അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. എൻ്റെ പേര് ജയ്സൽ എന്നാണ്. ഞാൻ മലപ്പുറം താന്നൂരാണ്. താന്നൂർ സ്വദേശിയാണ്. ഞാൻ ജനിച്ചത് താന്നൂർ എളരാങ്കടപ്പുറത്താണ്. അപ്പം എൻ്റെ നാടിനെ പറ്റി നല്ലവരായ നാട്ടുകാരെ പറ്റിയും ഏകദേശം എനിക്ക് എൻ്റെ ചെറുപ്പം മുതലുള്ള അനുഭവങ്ങളും എൻ്റെ നാട്ടിലെ ഓരോ വളർച്ചയും കാര്യങ്ങളും എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, എൻ്റെ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ അതിന് പറ്റിയമാതിരി ഒരു സമ്പന്നമായിട്ടുള്ള ആളോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഉന്നതമായിട്ട് നിൽക്കുന്ന ആളൊന്നുമല്ല. പിന്നെ ഒരു രാഷ്ട്രീയത്തിലും ചേർന്നിട്ട് നിൽക്കുന്നൊരു വ്യക്തിയും കൂടിയല്ല. ആരാണ് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നത് അവരെ കൂടെ നിൽക്കുന്നൊരു വ്യക്തിയാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാണ് മുൻഗണനയിൽ നിൽക്കുന്നത് അവരെ കൂടെ നിൽക്കണം എന്നുള്ള എല്ലാവരെ പോലെ ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ലൈവ് ഇടണമെന്ന് വിചാരിച്ചത്. പക്ഷേ എൻ്റെ അടുത്ത് കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 10-20 വർഷമായിട്ട് പ്രവാസിയാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ ടാക്സി ജോലി തന്നെയായിരുന്നു. ഡ്രൈവർ ഫീൽഡാണ്. ഇവിടെ അത് തന്നെയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഫാഷന് ഡ്രൈവിംഗ് ആയതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് തുടർന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ വരേണ്ട സൗകര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ്. നാട്ടിൽ ഇതുവരെ നാട് ഭരിച്ചവരും ഇനി ഭരിക്കാൻ പോകുന്നവരും എല്ലാവർക്കും വേണ്ടിയിട്ട് മുമ്പിൽ ഞാൻ എൻ്റെ നാട്ടിലെ അവസ്ഥ പറയുകയാണ്. മനസ്സിലായോ? ഇപ്പോൾ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറായാലും നാട്ടിലെ MLA ആയാലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെ ശ്രദ്ധയിൽ പെടാത്ത കാര്യങ്ങളായിരിക്കാം ഞാൻ പറയുന്നത്. ചിലപ്പോൾ അറിഞ്ഞിട്ടും ചെയ്യാൻ അതിന് സമയം കിട്ടാത്തതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആരും കുറ്റപ്പെടുത്താനൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ നാട്ടുകാർക്ക് മനസ്സിലാവുകയും ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അടിസ്ഥാനമുള്ളതാണ്, അവർക്ക് നാട്ടുകാർക്ക് ആവശ്യമുള്ളതാണ്, നാളെ അത് എനിക്കും കൂടി ഉപകാരപ്പെടുന്നതാണ്. എന്താ വെച്ചാൽ എൻ്റെ നാട്ടിലുള്ള പോരായ്മകൾ എന്ന് വെച്ചാൽ ഏതോ കാലം മുമ്പേ വരേണ്ട ഒരു ഡെവലപ്മെൻറ്റാണ്. ഇപ്പോഴും അത് അധംപതിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ കളിയാണല്ലോ. 10 വർഷമായാലും 20 വർഷമായാലും ജനങ്ങളാണല്ലോ തീരുമാനിക്കൽ ആര് ഭരിക്കണം ആര് ഭരിക്കേണ്ട എന്നുള്ളത്. അത് ജനങ്ങളെ കയ്യിലാണല്ലോ. ആര് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുന്നോ അവരെ ജനങ്ങൾ എവിടെ ഇരുത്തണോ അവിടെ ഇരുത്തും. തീർച്ചയായിട്ടും അതുതന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടതും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു വിചാരണ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം ഭരണത്തിൽ വന്ന VD സതീശൻ സാറായാലും പിന്നെ അതിന് തലപ്പത്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധി അല്ലേ. അപ്പോൾ നമുക്ക് പല പ്രതീക്ഷകളുണ്ടാവും അല്ലേ. ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് വന്ന പോലെ ഇപ്പോൾ ചിലവർ വിചാരിക്കും 2 വർഷം കൊണ്ടാണ് വിജയ് ഇത്രയും വലിയ ഭരണം കൈവരിച്ചതെന്നൊക്കെ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നതെന്നുള്ളത് വിജയ് ഫാൻസിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ അതിന് സംബന്ധമായിട്ടുള്ള പബ്ലിക്കിന് അറിയുള്ളൂ. വിജയ് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ 2 വർഷം കൊണ്ട്, ഈ കുറഞ്ഞ കാലം കൊണ്ട് CM ആവാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് ഫാൻസിനറിയാം. വിജയ് ആരും അറിയാതെ പബ്ലിക്ക് ഇത്രയും ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് പകൽ പബ്ലിക്കിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് രാത്രി ഓരോ വീടുകളും ഓരോ തെരുവുകളും പോയിട്ട് ഓരോ വിജയ് ഫാൻസിൻ്റെ ബൈക്കുമേലിരുന്നിട്ടാണ് നാട്ടിലെ ഓരോ പോരായ്മകൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടും അവർക്ക് ചെയ്യേണ്ട സഹായങ്ങൾ ചെയ്തിട്ടാണ് എന്നിട്ടാണ് പകലിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഭരണത്തിൽ വരുന്ന ടൈമിൽ ഫിലിം ഇൻഡസ്ട്രി ഒഴിവാക്കിയപ്പോഴാണ് പിന്നെ മൂപ്പര് പുറത്തേക്ക് പബ്ലിക് ഏരിയയിൽ വരുന്നത്. അങ്ങനെയാണ് മൂപ്പര് ജനങ്ങൾ മനസ്സിൽ ഇടം പിടിച്ചത്. അപ്പം ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി ചെയ്തിരുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയും അതുതന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ജനങ്ങളെ മനസ്സിൽ ഇടം പിടിച്ചൊരു നമ്മളെ VD സതീശൻ സാറ് അതിലൊരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നല്ലൊരു ഭാവി കേരളത്തിന് വരട്ടെ എന്ന് ആശംസ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ വീഡിയോയിൽ സംസാരിക്കുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് പേവുകളൊക്കെ ഉണ്ടാവും, മനസ്സിലായി. എന്തൊക്കെ കൂടുതൽ സംസാരിച്ചിട്ട് അങ്ങനെ ശീലമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് കൂടെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും സംസാരത്തിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക.
അപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടും ബാഡ് കമൻറ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. ഈ ബാഡ് കമൻറ്റ് ഇടുന്നവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് ഇടുന്ന അവർക്കും കൂടി ഉള്ളൊരു വീഡിയോ ആണ്. അവരെ നാവിൽ നിന്ന് പോലും ഇതിനെപ്പറ്റി സംസാരിക്കാതെ ഈ വല്ല കള്ളും കഞ്ചാവും കുടിച്ചിട്ട് ഫേസ്ബുക്കിലും ആരെങ്കിലും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ഫേസ്ബുക്കിലായാലും അവരെ മെസ്സേജിലായാലും താഴത്ത് പോയിട്ട് കമൻറ്റ് ചെയ്യുന്ന അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഹെൽത്ത് ഇഷ്യൂ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്, മനസ്സിലായി. അപ്പോൾ ഇത് വിസ്തരിച്ച് കറക്റ്റായിട്ട് അതിൻ്റെ ഇത് പറയാൻ അറിയാത്തതുകൊണ്ടാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ലൈവ് ഇടുകയാണെങ്കിൽ ചില ആൾക്കാർ ഡ്യൂട്ടി എടുക്കുന്നവരുണ്ടാവും, രാത്രി ഡ്യൂട്ടി എടുക്കുന്നവരുണ്ടാവും, പകൽ ഡ്യൂട്ടി അവർ കാണാൻ പറ്റാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താ വെച്ചാൽ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ സിസ്റ്റം, ഇതിൽ പറയുന്ന ഓരോ സിസ്റ്റം നടപ്പിലായി കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക്, മിഡിൽ ക്ലാസ്സുകാർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്, മനസ്സിലായോ? പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഉപകാരപ്പെടൽ. കാശുള്ളവർക്ക് അതിനനുസരിച്ച് സൗകര്യങ്ങളുണ്ടാവും, ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഉണ്ടാവും, നല്ല നല്ല വാഹനങ്ങളുണ്ടാവും, എല്ലാ സൗകര്യങ്ങളുണ്ടാവും. പക്ഷേ അതൊന്നും ഇല്ലാത്തവർക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. അത് ഫസ്റ്റത്തെ കാര്യം എൻ്റെ നാട്ടിലെ ഹെൽത്ത് ഇഷ്യൂ ആണ്, ഹോസ്പിറ്റലത്തെ കാര്യമാണ്. എൻ്റെ നാട്ടിൽ വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട്. ഞാൻ ജനിക്കുന്നതിൻ്റെ മുമ്പേ ഉള്ള ഹോസ്പിറ്റൽ ഉണ്ട്, താന്നൂർ ബീച്ച് ഹോസ്പിറ്റൽ. ആ ബീച്ച് ഹോസ്പിറ്റൽ ആദ്യത്തിലെക്കാട്ടും ഇപ്പോൾ ഒരുപാട് പുരോഗമനമുണ്ട്. പക്ഷേ ശരിക്ക് ഇപ്പോൾ ആ ബീച്ച് ഹോസ്പിറ്റൽ തുടങ്ങിയ കാലം മുതൽ വിചാരിക്കുകയാണെങ്കിൽ ശരിക്കും ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടേണ്ട ഒരു ഹോസ്പിറ്റലായി മാറേണ്ട കാലം കടന്നുപോയി അവിടെ. എന്താ വെച്ചാൽ അത്രയും സൗകര്യങ്ങൾ അവിടെ ഉണ്ട് ആ കാലം മുതൽ. പക്ഷെ എൻ്റെ നാട്ടിൽ വരുന്ന ആക്സിഡൻറ്റുകൾ, തിരൂർ വരുന്ന ആക്സിഡൻറ്റ്, ഇതെല്ലാം ആംബുലൻസ് വിളിച്ചിട്ടായാലും കിട്ടുന്ന വണ്ടിക്കായാലും ജനങ്ങൾ കൊണ്ടുവണ്ടുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകില്ല, ചിലപ്പം ആ രോഗി അല്ലെങ്കിൽ അപകടം പറ്റിയ ആൾ മരിക്കേണ്ട സാഹചര്യം വരലുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. അപ്പം നമ്മളെ നാട്ടിൽ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട ട്രീറ്റ്മെൻറ്റ് നമ്മളെ നാട്ടിൽ കിട്ടുമെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ഇത്രയും തിരക്ക് ഏറിയ റോട്ടിലൂടെ ഒരു ഒരു അഭ്യാസം കാണിച്ചിട്ട് ഡ്രൈവിംഗ് എടുത്തിട്ട് മെഡിക്കൽ കോളേജിൽ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന എന്തിനാണ്? എന്നിട്ട് പോകുന്ന ആംബുലൻസ് ആക്സിഡൻ്റ് ആവും, അതിൽ ഓപ്പോസിറ്റുള്ള വണ്ടികൾക്ക് പ്രശ്നം ഉണ്ടാവും, ഇതെല്ലാം വരും. അപ്പോൾ സ്വന്തം നാട്ടിൽ അതിന് പറ്റിയൊരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അത്രയും സൗകര്യങ്ങളുണ്ടാവുമല്ലോ, അത്രയും സമയം ലാഭിക്കാം, ആ രോഗീനെ രക്ഷപ്പെടുത്താൻ പറ്റും. അതൊരു പോയിൻ്റാണ് ഫസ്റ്റത്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന അതേ ഓപ്പറേഷനും കാര്യങ്ങളും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇവിടെ താന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ബീച്ച് ഹോസ്പിറ്റലിൽ സൗകര്യങ്ങളുണ്ട്. അതിനുള്ള ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് സൗകര്യങ്ങളും കാര്യങ്ങളും ടോയ്ലറ്റും കാര്യങ്ങളും ഡോക്ടർമാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങൾക്കുമുള്ള സ്ഥലം അവിടെ ഉണ്ട്. ബീച്ച് ഹോസ്പിറ്റൽ കണ്ടവർക്ക് അറിയാം, ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട്. അത് പണ്ടേ അങ്ങനെ തന്നെയാണത്, ഇപ്പോഴും സൗകര്യം തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഹോസ്പിറ്റൽ ഇപ്പോൾ തിരൂരിൽ നിന്ന് ആക്സിഡൻറ്റ് വന്നാലും ശരി, എഡ്രിക്കോട്ട് നിന്ന് വന്നാലും ശരി, കോട്ടക്കൽ നിന്ന് വന്നാലും ശരി, ചിലപ്പോൾ അൽമാസക്കോ മിംസ്ക്കെല്ലാം പൈസ ഉള്ളവർ പോകും. ഇല്ലാത്തൊരു നേരെ 99% ആൾക്കാർ ആക്സിഡൻറ്റ് പോകുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ്. എന്താ വെച്ചാൽ കൂടുതലും പാവപ്പെട്ടവരായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് പായുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഹെൽപ്ലെസ് ആണ്. ഇപ്പോൾ എന്നെ പോലത്തെ തന്നെ മിഡിൽ ക്ലാസ്സും പാവപ്പെട്ടവർ. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ നല്ലൊരു ചികിത്സ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ മെഡിക്കൽ കോളേജിൽ പോകേണ്ട സൗകര്യങ്ങൾ ഈ താന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ടെങ്കിൽ എന്തിന് പായണം? നിശ്ചയം ഒരു 10 കിലോമീറ്റർ പ്രദേശത്ത് എന്ത് നടന്നു കഴിഞ്ഞാലും 20 കിലോമീറ്റർ ആയിക്കോട്ടെ, എത്രയും വലിയ നല്ലൊരു ഹോസ്പിറ്റൽ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഇപ്പോൾ ആംബുലൻസ് ആയാലും സാധാ വണ്ടിയായാലും പോകുന്നതല്ലേ എളുപ്പം അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇത്രയും വേഗത എടുത്ത് കോഴിക്കോട് 45 കിലോമീറ്റർ 43 കിലോമീറ്റർ താന്നൂർന്ന് പോകുന്നെങ്കിൽ ഒരു ഒരു അഭ്യാസം കാണിച്ചിട്ടാണ് ഓരോ ഡ്രൈവർമാരും അത്ര റിസ്ക് എടുത്തിട്ടാണ് ആംബുലൻസ് ഡ്രൈവർമാരെ സമ്മതിക്കണം, അത്ര റിസ്ക് എടുത്തിട്ടാണ് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തം നാട്ടിൽ നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ, ഹോസ്പിറ്റൽ ഉണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ ചെയ്തുകൂടെ കാര്യങ്ങൾ? പിന്നെ നമ്മൾ ഓരോ ഗവൺമെൻറ് ഹോസ്പിറ്റലും വളരാത്തതിൻ്റെ ഒറ്റ കാരണമുള്ളത് നമ്മളെ നാട്ടിലുള്ള ഓരോ പ്രൈവറ്റ് ഹോസ്പിറ്റലിനാണ്. ഇത് ഞാൻ തുറന്ന് പറയുകയാണ്, ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ
ഓരോ ജില്ലയിലും ഓരോ ഏരിയയിലും ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ട്, നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്. പക്ഷേ എന്താ പറയുക, ഓരോ ജനങ്ങൾക്കും അതിനോട് താല്പര്യമില്ല. എന്താ വെച്ചാൽ അവിടുത്തെ വൃത്തിയില്ലായ്മ, ചില ട്രീറ്റ്മെൻറ്റ് നേരം വെക്കുന്നതുകൊണ്ട്, ഡോക്ടറെ കറക്റ്റ് ടൈമിൽ കിട്ടാത്തതുകൊണ്ട്, ഡോക്ടർമാരില്ലാത്തതുകൊണ്ട്, അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. മെഡിസിൻ ഇല്ല, ഒന്നാമത് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളില്ല. ഇപ്പം നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ 90% മരുന്നുകൾ ഇതിൽ പുറത്തേക്കാണ്, പല ടെസ്റ്റുകൾ ഇതിൽ പുറത്തേക്കാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഇല്ലാതാക്കണം. ഈ പുറത്തേക്ക് പ്രൈവറ്റിലേക്ക് കൊടുക്കുന്ന ടെസ്റ്റ് കാര്യങ്ങൾ, പ്രൈവറ്റ് ഫാർമസിക്ക് കൊടുക്കുന്ന മരുന്ന്, ഇതെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ കിട്ടുന്ന രീതിയിൽ ഈ ഭരിക്കുന്നവർ, നല്ലവരായ ഭരിക്കുന്നതാരാണ്, അവർ ഇതിനുള്ള കാര്യങ്ങൾ മുൻകരുതലെടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്നത് ആഗ്രഹിച്ച് വരുന്ന ഒരു പണക്കാരല്ല, VIP-കളല്ല, ലക്ഷറി ലൈഫ് അനുഭവിക്കുന്നവരല്ല, പാവപ്പെട്ട എന്നെപ്പോലെ പാവപ്പെട്ട ദാരിദ്ര്യം പിടിച്ചവരൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ചെറിയൊരു കാശിനുള്ള ട്രീറ്റ്മെൻറ്റ്, നല്ല ഹെൽത്തി ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സാർമാർ ചെയ്യേണ്ടത്, ഭരിക്കുന്ന ആരായാലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെഡിസിൻ മാത്രമല്ല, അവിടെ കിട്ടേണ്ടത് സ്കാനിങ് കാര്യങ്ങൾ, ഇത് അടങ്ങിയിട്ടുള്ള ലാബ്, നല്ല ഒരു ഹൈ ലെവലിലുള്ള ലാബ് അവിടെ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വൃത്തിയും വെടുപ്പില്ലാത്ത ലാബ് ഉള്ളതുകൊണ്ടും ആ ലാബിൽ എല്ലാ ടെസ്റ്റും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. അവിടുത്തെ ഡോക്ടർമാരെ നഴ്സുമാരെ പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ അവിടെയുള്ള സിറ്റുവേഷൻ കൊണ്ടാണ് അവർ പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു സൗകര്യം, മെഡിസിൻ കിട്ടണം അവിടെ. രണ്ടാമത്തത് നല്ലൊരു ലാബ് വേണം. അപ്പം ആ ഒരു ഇഷ്യൂ അവിടെ കഴിഞ്ഞ് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ കോഴിക്കോട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ മെഡിസിൻ്റെ കാര്യമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം 19% മെഡിക്കൽ കോളേജിൽ മെഡിസിൻ കിട്ടുന്നില്ല. ഇപ്പോൾ മഞ്ചേരിയിലായാലും എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഹാർട്ട് പേഷ്യൻറ്റിനായാലും ശരിയും ഒരുപാട് ദാരിദ്ര്യം പിടിച്ച ആൾക്കാർ, ആർക്കും മെഡിസിൻ കിട്ടുന്നില്ല, എല്ലാവർക്കും പുറത്തേക്കാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഭരിക്കുന്ന നല്ലതായ സർക്കാർ ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മെഡിസിന് ഉറപ്പ് വരുത്തണം, ഇതിനായിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്യണം, ഇത് ചെക്ക് ചെയ്യാനായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു കോർപ്പറേഷന് പോകുന്നതുകൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ ഭയങ്കര ബാഡായിട്ടുള്ള സിറ്റുവേഷനിലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഭയങ്കര കൂടുതൽ അവസ്ഥയിലായി പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ പലതും പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങളെല്ലാവരും എന്താ പറയുക ഭരണത്തിൽ ഏൽപ്പിക്കുന്നത്, സ്ഥാനത്ത് നിർത്തുന്നത്. ജനങ്ങൾക്ക് നിങ്ങളെ മേലൊരു വിശ്വാസമുണ്ട്, അവർ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂകൾ നാട്ടിൽ ആവശ്യമുള്ള ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുള്ളൂ, അല്ല കൂടുതൽ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നില്ല. അപ്പോൾ ഒന്ന് ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പം എൻ്റെ നാട്ടിലത്തെ സിറ്റുവേഷൻ ഇതാണ്. അത് പല നാട്ടിലും പല ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടാവും, മെഡിക്കൽ കോളേജിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ആ നാടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അപ്പോൾ ഇത് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ ഇതും കൂടി ഉൾപ്പെടുത്തണം അതിൽ. ഇപ്പം എൻ്റെ നാട്ടിലത്തെ കാര്യം പറയുന്നത്, സൗകര്യമില്ല എന്നോ ഹോസ്പിറ്റൽ ഇല്ല എന്നുള്ള റീസൺ അവിടെ ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സൗകര്യമുണ്ട്. താന്നൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരുപാട് സൗകര്യമുണ്ട്, വണ്ടികൾക്ക് പോകാൻ നല്ല റോഡുണ്ട്, ഒരു എമർജൻസിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ റോഡുണ്ട്, എല്ലാം ഉണ്ട്, ബ്രിഡ്ജുണ്ട്, എല്ലാം ഉണ്ട്. താന്നൂരിൽ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നേരെ താന്നൂർ വണ്ടി ഓടുന്നവർക്ക് അറിയാം, 2-3 റോഡുകളുണ്ട്. താന്നൂർ മെയിൻ റോഡ്, ബീച്ച് റോഡുണ്ട്, പിന്നെ ബ്ലോക്ക് റോഡുണ്ട്, പരപ്പനാടിയിൽ നിന്ന് വരുന്ന റോഡുണ്ട്. ഏത് റോഡിൽ നിന്ന് എമർജൻസി ആ ഹോസ്പിറ്റലിൽ വരാൻ പറ്റും. തീരദേശ റോഡ് ഇപ്പം നല്ല റോഡും കൂടിയാണ്. അപ്പോൾ അതൊന്ന്, അപ്പോൾ സാർമാർ അതൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. താന്നൂരിലെ ജനങ്ങൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലുമായാലും നല്ലൊരു സൗകര്യം വേണമെന്ന്, നല്ലൊരു മെഡിസിന് കാര്യങ്ങൾ, അതിൽ നല്ല ഫാർമസി വേണം, നല്ല ലാബ് വേണം. ഇങ്ങനെ 2-3 അടിസ്ഥാനങ്ങൾ വേണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ താന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഇല്ലാത്ത സൗകര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരുപാട് വണ്ടികൾ പിടിച്ചിട്ടിട്ട് ഒരുപാട് സ്ഥലങ്ങൾ മുടങ്ങിക്കിടക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവിടെ ഒരു ഫയർ സർവീസ് തീർച്ചയായിട്ടും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, താന്നൂരിൽ എവിടെയെങ്കിലും ഒരു ഫയർ ഇഷ്യൂ ഉണ്ടെങ്കിൽ വണ്ടി വരേണ്ടത്, ഫയർ എഞ്ചിൻ വരേണ്ടത് തിരൂരിൽ നിന്നാണ്, 10 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് വരേണ്ടത്.
അപ്പോൾ താന്നൂർ പ്രദേശത്തിൽ ഏത് വീട്ടിലായാലും ഏത് ഷോപ്പിലായാലും എന്തെങ്കിലും തീപിടുത്തങ്ങൾ ഉണ്ടെങ്കിൽ അത് താന്നൂരിൽ നിന്ന് ഒരു ഫയർ ഫോഴ്സ് വരികയാണെങ്കിൽ അത്രയും ടൈം ലാഭിക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്ത് ഇഷ്യൂ പറഞ്ഞ മാതിരി തന്നെ ഫയർ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താന്നൂർ പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കേസുകൾ നിയന്ത്രിക്കുന്ന സ്റ്റേഷനാണ്. മനസ്സിലായോ? മലപ്പുറത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ നിയന്ത്രിക്കുന്നതും ഗുഡ് പെർഫോമൻസ് ഉള്ള ഒരു സ്റ്റേഷനും കൂടിയാണ് താന്നൂർ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അവിടെ ഉള്ള സൗകര്യം വെച്ചിട്ട് അതിൽ കൊള്ളാവുന്ന വണ്ടി, കൂടുതൽ വലിയ വണ്ടിയല്ലാതെ അതിൻ്റെ സ്റ്റേഷനിൽ ബാക്ക് സൈഡിൽ പോകുമ്പോൾ അത്യാവശ്യം വലിയൊരു ഡോറുണ്ട്, കൊള്ളാവുന്ന വണ്ടി അതിൽ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ ഉള്ള സൗകര്യത്തിൽ ഫയർ എഞ്ചിൻ അല്ലെങ്കിൽ ഫയർ സ്റ്റേഷൻ മാറ്റണം എന്നാണ്. അത് രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ താന്നൂർ മേഖല ഷോപ്പുകൾ ഒരുപാടുണ്ട്. അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഫയർ ഫോഴ്സിന് എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ തിരൂരിൽ നിന്നുള്ള ട്രാഫിക്ക്, കോഴിക്കോട് നിന്നുള്ള ട്രാഫിക്ക്, മറ്റേ കാക്കഞ്ചേരി ഇവിടെ നിന്നൊക്കെ ഫയർ ഫോഴ്സ് പാഞ്ഞ് വരണമെങ്കിൽ, ഓടി വരണമെങ്കിൽ ഒരുപാട് ഡിലേ ആവുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ഈ രണ്ടാമത്തെ കാര്യം പറഞ്ഞ് ഫയർ ഫോഴ്സിൻ്റേത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആംബുലൻസിൻ്റെ കാര്യമാണ്. ആംബുലൻസ്, എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളുണ്ട് ആംബുലൻസിൽ വർക്ക് ചെയ്യുന്നവർ, അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സോഷ്യൽ സർവീസ്. പക്ഷെ അതിൽ ഞാൻ തിരഞ്ഞെടുത്തൊരു മേഖല ആംബുലൻസ് ആയിരുന്നു. പക്ഷെ അത് ഇപ്പം എൻ്റെ കൂട്ടുകാർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരന്മാരുണ്ട്, താന്നൂർ ടാക്സി ഫീൽഡിലുള്ളവരുണ്ട്, താന്നൂർ ആംബുലൻസ് ഓടിക്കുന്നവരുണ്ട്. അവർക്ക് പോലും അറിയില്ല താന്നൂർ അവിടെ ഇപ്പോഴത്തെ പുതിയ മോഡൽ ആംബുലൻസ് എല്ലാം വരുന്നതിൻ്റെ മുമ്പേ ഏറ്റവും നല്ലൊരു ആംബുലൻസ് കൊണ്ടുവരണമെന്നും ICU ആംബുലൻസ് അവിടെ പ്രവർത്തിക്കണമെന്നൊക്കെ ഞാനൊരു പ്ലാൻ ചെയ്തതുമാണ്. എന്താ പറയുക, ഷോറൂമുകൾക്ക് വിളിച്ച് വണ്ടീൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചതുമാണ്. പക്ഷേ എനിക്ക് തക്കതായ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ബാക്ക് ചെയ്തിട്ട് വീണ്ടും ഞാൻ പ്രവാസം തിരിച്ചെടുത്തതാണ്. എന്നുവെച്ചാൽ എനിക്ക് പ്രവാസം ഞാൻ എടുത്തത് തന്നെ വണ്ടിപ്രാന്ത് കാരണത്താണ്. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. അല്ലാതെ പട്ടിണിയോ കാര്യങ്ങളോ അല്ല വന്നത്. ഞാനൊരു മിഡിൽ ക്ലാസ്സാണ്, ഇതുവരെ വീടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ഞാനൊരു സീറോ ആണ്. പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് സോഷ്യൽ സർവീസ് ഇഷ്ടമുള്ളതുകൊണ്ട്, പബ്ലിക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം ഇഷ്ടമുള്ളത് കൊണ്ടും അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആംബുലൻസ് മേഖല തിരഞ്ഞെടുത്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാനും അവരെ ജീവൻ രക്ഷപ്പെടുത്താനും എന്നെക്കൊണ്ടാവുന്നത് ചെയ്യണമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ താന്നൂരിൽ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ആംബുലൻസ് ക്യാമ്പ് അവിടെ ചെയ്യണം. 2-3 ആംബുലൻസ്, ഒന്ന് ICU, പിന്നെ നോർമൽ 2 ആംബുലൻസ്. അതിനായിട്ടുള്ള സോളാറിൽ ഒരു ചെറിയ ഷെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ബിൽഡിങ് കാര്യങ്ങളും ബാത്റൂം സൗകര്യങ്ങൾ 24 സർവീസ്, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ആംബുലൻസ് സർവീസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ എനിക്ക് അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരന്മാർ ചോദിച്ചപ്പം അവരെ സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് നിനക്ക് ഇവിടുത്തെ ജനങ്ങളെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. നല്ലത് ചെയ്ത ആൾക്കാരെയും കുറ്റം പറയും, തെറ്റ് ചെയ്ത ആൾക്കാരും കുറ്റം വരും. അങ്ങനത്തെ ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവർക്കും വേണ്ടി നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടെന്ന് എൻ്റെ കൂട്ടുകാരന്മാർ തന്നെ എന്നോട് പറഞ്ഞിരിക്കണം. അതുകൂടി ഞാനിപ്പോൾ ഇതിൽ വെളിപ്പെടുത്തണം. എന്താ വെച്ചാൽ ഞാൻ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അതിൽ നിന്ന് ബാക്ക് ചെയ്യാനുള്ള ഒരു കാരണം ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ. 24 hours എന്നിട്ട് എനിക്ക് സോഷ്യൽ സർവീസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഹെൽത്തും കൂടി നോക്കണ്ടേ. അത് നോക്കിയാലേ എനിക്ക് പബ്ലിക്കിൻ്റെ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എൻ്റെ കൂട്ടുകാർ പോലും എനിക്ക് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് ബാക്ക് ചെയ്തത്. ഇനിയും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് പ്രവാസം ഞാൻ എന്നാണ് അവസാനിപ്പിക്കുന്നത് അന്ന് മുതൽ ഞാൻ ഈ സർവീസ് ചെയ്യുന്നതാണ് എൻ്റെ ഇൻഷാ അല്ലാഹ് പിന്നത്തേക്കുള്ള കാര്യം. അപ്പോൾ അതിൽ നിന്ന് ബാക്ക് ചെയ്യാനുള്ള കാര്യം അതുകൊണ്ടാണ്. പക്ഷെ അത് ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് ആ കാര്യത്തിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ലോകത്തിൻ്റെ ഓരോ മൂലയിലും നമ്മളെ സിയാബ് തങ്ങളുടെ ആംബുലൻസ് സർവീസും ഹോസ്പിറ്റൽ സർവീസും ഉണ്ട്. ഞാൻ ബാംഗ്ലൂരിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന ഒരാളാണ്. കൂടുതൽ ഞാൻ ദൂരയാത്രയാണ്. അപ്പം ബാംഗ്ലൂരിലടക്കം നമ്മളെ ചാരിറ്റി, സിയാബ് തങ്ങളെ ചാരിറ്റി ഉണ്ട്, ആംബുലൻസ് ഉണ്ട്, സർവീസ് ഉണ്ട്. അപ്പോൾ അതിലൊരു സർവീസ് നമ്മളെ 1-2 സർവീസ് ഇവിടെ താന്നൂരിലുണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് എനിക്ക് ഒരു ഹാപ്പിയാണ്. എൻ്റെ നാട്ടിൽ ഇപ്പോൾ ആ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട്. അപ്പോൾ ആംബുലൻസ് മേഖലയിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഭരിക്കുന്ന ഇപ്പോൾ താന്നൂരിൽ ആരാണോ MLA അവരും കൂടി ഈ വീഡിയോ മനസ്സിലാക്കേണ്ടതാണ്. താന്നൂരിൽ വരേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
താനൂരിൽ ആംബുലൻസ് സർവീസ് നടത്തുന്നത് താനൂർ ബസ് സ്റ്റാൻഡിൻ്റെ ആ മേഖലയിലാണ്. അവിടെ അവർക്ക് വേണ്ടിയിട്ട് ബിൽഡിങ്ങിൻ്റെ ഒരു ഷെഡ്, എന്താ വെച്ച് കഴിഞ്ഞാൽ 2-3 വണ്ടികൾ നിർത്താനുള്ള സൗകര്യം വേണം. അതിൽ ബാത്റൂം, അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള റെസ്റ്റ് റൂം വേണം. ഇതിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അത് പഞ്ചായത്തിൻ്റെ അടുത്ത് ഏരിയ ആയിട്ട് തന്നെ ബസ് സ്റ്റാൻഡിനോട് ചേർത്തിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിനുള്ള ഫണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ളത്, നിങ്ങൾ ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങളും എൻ്റെ നാട്ടിൽ വരേണ്ട ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. എൻ്റെ നാട്ടിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്താ പറയുക, അവർക്ക് ബാത്റൂം കാര്യങ്ങൾ സൗകര്യങ്ങളൊന്നുമില്ല. അവർ ഒരു എന്താ പറയുക, ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുപോയി വന്നു കഴിഞ്ഞാൽ അവർ ബാത്റൂം വല്ല ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ വലിയ പമ്പിലേക്കോ പോകേണ്ട സിറ്റുവേഷനാണ്. അനുസരിച്ച് ഏത് സമയം കോൾ വന്നു കഴിഞ്ഞാൽ അവർ വണ്ടി എടുത്ത് പായേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവർ പാർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് വണ്ടിയിൽ ഫ്യൂൽ ഫില്ല് ചെയ്യാനും അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളും സോളാർ കണക്ഷനായിട്ടുള്ള എപ്പോഴും അവർക്ക് ഇൻ്റർനെറ്റ് അവൈലബിളായിട്ട് അവർ വയർലെസ് വർക്ക് ചെയ്യുന്ന രീതിയിൽ കറണ്ട് എപ്പോഴും അവൈലബിളായിട്ടുള്ള ഒരു റൂമും കാര്യങ്ങളും സൗകര്യങ്ങൾ ചെയ്യണമെന്നാണ് ആംബുലൻസ് മേഖലയിലേക്കുള്ള ഇത് ഡെവലപ്മെൻറ്റ് വരേണ്ടത്. അതാണ് ഒന്ന്. അപ്പം മൂന്നാമത്തെ കാര്യം പറയുന്നത്, അത് താനൂർ ടൗണിൽ തന്നെയാണ് വേണ്ടത്. എന്നുവെച്ചാൽ താനൂർ ടൗണിൽ പഞ്ചായത്തിൻ്റെ ആ ഭാഗത്താണല്ലോ വണ്ടികൾ നിൽക്കുന്നത്. അവിടെ എവിടെയെങ്കിലും നല്ല സൗകര്യം നോക്കിയിട്ട്, അടിസ്ഥാന സൗകര്യം നോക്കിയിട്ട് ചെയ്യണമെന്നാണ്. പിന്നെ നാലാമത്തെ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ബസ് സ്റ്റാൻഡാണ്. താനൂർ ബസ് സ്റ്റാൻഡാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന പഴയ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, റെയിൽവേക്ക് പോകുന്നിടത്തുള്ള, അത് ഇപ്പോഴുള്ള പുതിയ ബസ് സ്റ്റാൻഡിനെക്കാട്ടി മെച്ചമായിരുന്നു. ബസ്സെല്ലാം വന്നിട്ട് പെട്ടെന്ന് റൗണ്ട് ചെയ്തിട്ട് തന്നെ പോയിരുന്നു. ആദ്യം ഭയങ്കര റഷൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡ് സൗകര്യമില്ലെന്ന് വെച്ചാൽ 1-2 വണ്ടി ഇട്ട് കഴിഞ്ഞാൽ അവിടെ മറ്റുള്ള വണ്ടികൾ തിരിക്കാനും കാര്യങ്ങളും ബുദ്ധിമുട്ട്. പിന്നെ ആ ബസ് സ്റ്റാൻഡിലേക്ക് തിരൂർന്ന് കടന്നു വരുന്ന റോഡ് ശരിയില്ല. ബൈപ്പാസ് റോഡിലേക്ക് ബസ് ടൈമിംഗ് ആണല്ലോ ഇപ്പോൾ ബസ്സിനുള്ളത്. അപ്പോൾ ആ ടൈമിംഗ് ഉള്ള കാരണത്താൽ ചിലപ്പം റൗണ്ട് ചെയ്ത് വരാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും മുദ്രാവാക്യ കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഷോർട്ട് കട്ട് എടുത്ത് വരേണ്ടി വരും. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് സമയമില്ല, അവരുടെ റൂൾസ് അങ്ങനെയാണ്. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നല്ലവരായ ബസ്സുകാരുണ്ട്, ചിലപ്പം പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ റോഡ് നല്ലതാണോ, സൗകര്യങ്ങൾ നല്ലതാണോ, അവരൊരു ഇഷ്യൂ എവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല. അവരും പബ്ലിക് സർവീസാണ്, പബ്ലിക്ക് വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ബസ് തിരൂർന്ന് വരുമ്പോൾ താനൂർ സ്റ്റാൻഡിലേക്ക് കയറണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ജംഗ്ഷൻ വന്നിട്ട് റൗണ്ട് ചെയ്യണം. അപ്പോൾ ഈ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ അവിടെ 4 കൂടി റോഡായതുകൊണ്ട് ബീച്ച് റോഡ്, പരപ്പനാടി റോഡ്, ബസ് സ്റ്റാൻഡിലേക്ക് റോഡ്. അപ്പോൾ ഈ എന്താ പറയുക, അവിടെ ഷോപ്പും കാര്യങ്ങളും ഈ റോഡ് ക്രോസിങ് ഇതെല്ലാം ഉള്ളതുകൊണ്ട് ബസ് ഒരുപാട് ഡിലേ ആയിട്ടാണ് ക്രോസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട്, മനസ്സിലായോ? അത് സംബന്ധിച്ചിട്ട് അതില്ലാതിരിക്കാൻ തിരൂർന്ന് വരുമ്പോൾ ബൈപ്പാസിലൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഷോർട്ട് കട്ടാണ്. സ്റ്റാൻഡിൽ വന്ന് പിന്നെ നേരെ മെയിൻ റോഡിൽ കൂടെ അങ്ങോട്ട് കയറാനുള്ളൂ. അതൊന്ന്. അപ്പോൾ ആ സ്റ്റാൻഡിലേക്ക് ബൈപ്പാസ് കയറുന്ന റോഡ് ശരിയില്ല, സീറോ ആണ്. റോഡേ ശരിയില്ല. ആകെ ഒരു സിംഗിൾ റോഡുള്ളൂ. പഴയ ഒരു ബൈപ്പാസാണ്. ഈ ഓട്ടോറിക്ഷ, ചെറിയ കാറെല്ലാം പോകാൻ പറ്റുന്ന സൗകര്യമുള്ളവിടെ. അതിൽ കൂടെയാണ് വലിയ വണ്ടികൾ, ബസ്സുകൾ വരുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഏരിയയിലായതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ബാക്ക് സൈഡിലാണ് ബസ് സ്റ്റാൻഡ്. അവിടെ ഉള്ളവർക്ക് എല്ലാവരും, താനൂർ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ബസ് സ്റ്റാൻഡിൽ വരുന്നവർക്ക് അറിയാം ബസ് സ്റ്റാൻഡ് എവിടെ ഉള്ളതെന്നുള്ളത്. അപ്പോൾ അത് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയ ആൾക്കാരെ പോരായ്മ എന്ന് പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡിൽ വരണമെങ്കിൽ അവർ സ്പീഡ് എടുത്തിട്ട് വരില്ലേ, ടൈമിംഗ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവർക്ക് കയറുന്ന വഴികൾ തടസ്സം ഉണ്ടാകാൻ പാടില്ല. എന്താ വെച്ചാൽ ജംഗ്ഷനിൽ വന്നാൽ ശരി, ഞാൻ ഒരു ബസ് ഡ്രൈവറോ കാര്യങ്ങളൊന്നുമല്ല, ഞാൻ ഡ്രൈവറാണ്, ഹെവി ലൈസൻസും എല്ലാ ലൈസൻസും ഉള്ള ഒരു വ്യക്തിയാണ്. വണ്ടിപ്രാന്ത് തന്നെയാണ്, മൂത്ത വണ്ടിപ്രാന്താണ്. പക്ഷേ ഞാൻ പറയുന്നത്, അവിടുന്ന് തിരൂർന്ന് വരുമ്പോൾ ബൈപ്പാസ്, അതിലൂടെ ആ റോഡൊന്ന് വീതി കൂട്ടിക്കഴിഞ്ഞാൽ അത് 1 വേ ആയിട്ട് അവർക്ക് എടുക്കാൻ പറ്റും. അതിലൂടെ കയറി വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് ആളിറക്കം എടുത്തിട്ട് അവിടുന്ന് അതേമാതിരി പഞ്ചായത്തിൻ്റെ അപ്പുറത്തോടെ എക്സിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും. സ്റ്റാൻഡിൽ മെയിൻ ജംഗ്ഷനിലൂടെ ക്രോസ് ചെയ്തിട്ട് റൈറ്റ് ലെഫ്റ്റ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ജനങ്ങൾ ബസ് സ്റ്റാൻഡല്ല യൂസ് ചെയ്യുന്നത്. താനൂർ ജംഗ്ഷനിലേക്ക് എത്തുന്നതിൻ്റെ ഇപ്പുറത്തെ ബസ് സ്റ്റാൻഡില്ലേ, അവിടെയാണ് കൂടുതൽ ആൾക്കാർ, സ്ത്രീകളും കുട്ടികളൊക്കെ പോയി നിൽക്കുന്നത്. അപ്പോൾ അവർ ഇവിടെ നല്ലൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അവർ ഇവിടുന്ന് സീറ്റ് കയറിയിട്ട് നിൽക്കാൻ പറ്റുമല്ലോ.
സീറ്റിൽ ഇരുന്നിട്ട് അവർക്ക് യാത്ര ചെയ്യാം. എന്തിനാണ് അവിടെ പോയിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് ഗ്യാപ്പിന് ബസ്സിൽ പാഞ്ഞ് പിടിച്ച് കയറേണ്ട ആവശ്യമില്ല. പിന്നെ ബസ് സ്റ്റാൻഡിലെ സൗകര്യങ്ങൾ, ബസ് സ്റ്റാൻഡ് ഒന്ന് നീറ്റും വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ ശൗചാലയങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമും കാര്യങ്ങളും ഡ്രൈവർമാർക്കും അവിടെ വരുന്ന ജനങ്ങൾക്കും സൗകര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒന്നും കൂടി ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത് പെർഫെക്റ്റ് ആയിട്ടില്ല, ഒന്നും കൂടി ചെയ്യണം. പക്ഷേ അവിടെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളുണ്ട്. പഞ്ചായത്ത് അവിടെ അടുത്തുള്ളതുകൊണ്ട് ഈ മാലിന്യങ്ങൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് ടെമ്പ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടാകുന്നറിയില്ല, ഞാനെല്ലാം കണ്ടതാണ്, അവിടെ ഉള്ളവർക്കും അറിയാം. അപ്പം 5ാമത്തെ കാര്യം അതാണ് പറയാൻ പോകുന്നത്. ഇനി എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ ഇപ്പോൾ അവിടെ ഭരിക്കുന്ന അവർക്കും അറിയാം, ഭരിക്കാത്ത ആ ജനങ്ങൾ അവിടുത്തെ താന്നൂർ ആൾക്കാർക്കും അറിയാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് അവിടെ പഞ്ചായത്തിൽ വണ്ടി ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവറിനും പണ്ടത്തെ ഡ്രൈവറിനും അറിയാം. ഓലൊക്കെ അവർ അവിടെ ചെയ്തിരുന്നത് ജീപ്പിൻ്റെ ബാക്കിൽ ഒരു ക്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബോഗി ട്രെയിലർ കെട്ടിയിട്ട് അതിൽ ഓരോ ഏരിയയിലും താന്നൂർ അങ്ങാടിയിലും ഓലെ കൊണ്ട് പറ്റുന്ന ഓരോ ഏരിയയിലും പോയിട്ട് അവിടുത്തെ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് പഞ്ചായത്തിൽ വന്ന് ടെമ്പ് ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു പണ്ടത്തെ കാലമൊക്കെ. വായ്ക്കത്തേരിയിലൊക്കെ വന്നിട്ടും താന്നൂർ ടൗണിൽ ആ ജീപ്പിൻ്റെ ബാക്കിൽ ഒരു കാരിയർ കെട്ടിയിട്ട്, ശരിക്കും ഇവിടെ നമ്മൾ അറബി നാട്ടിലൊക്കെ ഈ വണ്ടിയെല്ലാം കൊണ്ടുപോകുന്ന വായിൽ കാരിയർ കെട്ടിയിട്ട് ഇപ്പോഴും ഉണ്ടാവും ആ ജീപ്പിൻ്റെ അവിടെ. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു, എല്ലായിടത്തും നീറ്റും ക്ലീൻ ആക്കിയിട്ട് അന്നത്തെ കാലം പഴയ കാലത്ത് ചെയ്തിരുന്നു. പക്ഷെ ആ ഒരു സിസ്റ്റം ഇപ്പോൾ ഇന്നില്ല. ഇത്രയും ഡെവലപ്മെൻറ്റും കാര്യങ്ങളും രാജ്യം വളർന്ന് നിൽക്കുന്ന ടൈമിൽ ഇപ്പോഴില്ലാതെ. ഇപ്പോൾ എവിടെ നോക്കിയാലും വേസ്റ്റാണ്. താന്നൂർ ബീച്ച് റോഡിലേക്ക് പോകുന്നതിൻ്റെ അടുത്ത ഭാഗത്ത് അവിടെ ഒരുപാട് വേസ്റ്റ് ടെമ്പ് ചെയ്തിട്ടുണ്ട്. താന്നൂർ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത്, പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക, തോട് എത്തുന്നതിൻ്റെ ആ ഭാഗങ്ങൾ, തോട്ടിൽ ഇങ്ങനെ ഈ ഓരോ ഏരിയയിലും വേസ്റ്റ്. അതേമാതിരി താന്നൂർ ബീച്ചിലേക്കാണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ, താന്നൂർ ഹാർബറിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ മൂലയിലും വേസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം പഞ്ചായത്തിൽ നിന്നാണ്. എന്ന് വെച്ചാൽ പഞ്ചായത്തായാലും കോർപ്പറേഷൻ ആയാലും അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും അവർക്കാണ്. അവിടുന്ന് അതിൻ്റേതായിട്ടുള്ള സ്റ്റാഫുകളെ ഗൈഡ് ചെയ്തിട്ട് അത് ശ്രദ്ധിക്കാനും വണ്ടിയിൽ സ്റ്റാഫുകളെ വിട്ടിട്ട് ഓരോ ഏരിയ നിരീക്ഷിക്കാനും എവിടെയൊക്കെ വേസ്റ്റ് ബോക്സ് വേണം അവിടെയൊക്കെ അതിന് വേസ്റ്റ് ബോക്സ് വെക്കേണ്ട നിർബന്ധിതയാണ്. എന്താ വെച്ചാൽ അപ്പോൾ നിങ്ങൾ പറയും അതൊക്കെ ഗൾഫിൽ അവിടെയും ഇവിടെ യൂറോപ്പല്ല. യൂറോപ്പ് കണ്ടിട്ട് നമ്മൾ പഠിക്കണം. അവിടെ മാത്രം വൃത്തിമെടുപ്പുണ്ടായാൽ പോരാ. കേരളം ഗോഡ്സൺ കൺട്രി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. കേരളം വൃത്തിയുള്ളവരാണ്, കുളിക്കുന്നവരാണ്, അതാക്കണം പറഞ്ഞാൽ മാത്രം പോരാ. പക്ഷെ വേസ്റ്റ് ഇടുന്നതിൽ ഏറ്റവും നമ്പർ 1 ആണ് നമ്മളെ മലയാളികൾ. ആ ഒരു കാര്യത്തിൽ എവിടെ ചെന്നാലും വേസ്റ്റ്, ആരാൻ്റെ പറമ്പിലായാലും റോട്ടിലായാലും തോട്ടിലായാലും എവിടെ സ്ഥലം നോക്കാതെ, ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളായാലും സ്ഥലം നോക്കാതെ വേസ്റ്റ് ഇടുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പഞ്ചായത്തിൽ ഇതിൽ വേസ്റ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നിയന്ത്രിക്കുന്നവർക്ക് ഇതിൽ മുഴുവനും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് ഒരുപാട് വരുമാനം കാര്യങ്ങളും ഭയങ്കര ഡെവലപ്മെൻറ്റ് ഉണ്ടെന്നുള്ളൂ. പക്ഷെ പഞ്ചായത്ത് ആ സ്ഥലങ്ങൾ കംപ്ലീറ്റ് മാലിന്യമാണ്. പഞ്ചായത്തിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ബൈപ്പാസ് ആണെങ്കിലും ശരി, ലെഫ്റ്റിൽ കിടക്കുന്നതായാലും ശരി, ബീച്ച് റോഡാണെങ്കിലും ശരി, എവിടെ ആണെങ്കിലും ശരി, മാലിന്യം കൊണ്ട് കൂമ്പാരം. അപ്പോൾ ഇതിനൊക്കെ കർശനമായിട്ടുള്ളൊരു നടപടി എടുത്തേ പറ്റൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, സർക്കാരിന് കാശ് വേണമെങ്കിൽ ഇനി വേറൊരു പണി കൂടി ചെയ്യാൻ പറ്റും. ഈ വേസ്റ്റ് ഇടുന്നവരെ മേലെ ഫൈൻ അടിക്കാൻ പറ്റും. നല്ലൊരു ഫൈൻ, ഭീമമായിട്ടുള്ള ഫൈന്, ക്രിമിനൽ കുറ്റം ചുമറ്റാൻ പറ്റും നാടിനെ മാലിന്യമാക്കുന്നതിന്. ആ രീതിയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ റൂൾസ് സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ട്, ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ള മാതിരി റൂൾസ് സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ട് ജനങ്ങളെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതേമാതിരി ഓരോ ടൗണിലും അതിൻ്റേതായിട്ടുള്ള വേസ്റ്റ് ബോക്സുകൾ ഇതിനു മുമ്പ് ഇല്ലെങ്കിൽ ഇനി ചെയ്യണം. ഇനി ചെയ്തേ പറ്റൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴേ രോഗങ്ങളും കാര്യങ്ങളും ഇല്ലാതിരിക്കലും നീറ്റും ക്ലീൻ ആയിട്ടുള്ള ടൗൺ ഉണ്ടാവുള്ളൂ, സിറ്റി ഉണ്ടാവുള്ളൂ. ഇത് നമ്മളെ നാട്ടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ള നാട്ടുകാർ വന്നിട്ട് ചെയ്യില്ല. മറ്റുള്ള ടൂറിസ്റ്റുകളും മറ്റുള്ള നാട്ടിലുള്ളവർ വന്നിട്ട് നമ്മളെ നാടിനെ കുറ്റം പറയുന്നല്ലാതെ നല്ലത് പറയില്ല. അപ്പോൾ അതുകൊണ്ട്
നമ്മളെ നാടിൻ്റെ ഉത്തരവാദിത്വം ഫസ്റ്റ് നമ്മളെ ജനങ്ങൾക്കാണ്, നമ്മളെ പബ്ലിക്കിനാണ്. രണ്ടാമത് നമ്മളെ ഭരിക്കുന്നവർക്കാണ്, നമ്മളെ പഞ്ചായത്തിനാണ്. അപ്പം 50-50 ജനങ്ങൾക്കുണ്ട്, പഞ്ചായത്തിന്. അപ്പോൾ പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങളും നേർവഴിക്ക് വരും. എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വേണ്ടത് ബീച്ച് ഏരിയയിൽ, ഹാർബറിൽ ഓരോ വേസ്റ്റും തരംതിരിച്ചിട്ട് ബോർഡ് എഴുതിയിട്ട് വെക്കണം. പേപ്പർ ഇടേണ്ടത് പേപ്പർ, പ്ലാസ്റ്റിക് ഇടേണ്ടത് പ്ലാസ്റ്റിക്, ഫുഡ് ഐറ്റംസ് ഇടേണ്ട ഫുഡ് ഐറ്റംസ്, അങ്ങനെ 3 തരത്തിലുള്ള ബോക്സുകൾ ഇപ്പോൾ വിദേശത്തും യൂറോപ്പിലുള്ള മാതിരി അതേമാതിരി ഇപ്പം എന്താ പുറത്ത് പോകുന്നവർക്കറിയാം എല്ലായിടത്തും ഈ എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീനിൽ ഏറ്റവും ബെസ്റ്റായിരിക്കും ഇസ്ബാല കച്ചറ ഇടുന്നതിൽ കാര്യത്തിലും എല്ലാത്തിലും. അപ്പോൾ അതുപോലെ നമ്മൾ സ്വന്തം നാട്ടിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് മാത്രമല്ല നമ്മളെ ഹെൽത്തിന് കൂടി നല്ലതല്ലേ, നമ്മളെ നാട് ക്ലീനായി മാറും. വരുന്ന എന്താ പറയുക ടൂറിസ്റ്റ് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ നാടിനെ പറ്റി നല്ലതേ പറയുള്ളൂ, ബാഡ് കമൻറ്റ് ആരും ഇടില്ല. കേരളം ഇന്ന സ്ഥലം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, ഇന്ന ടൗൺ, ഇന്ന പഞ്ചായത്ത്, ആ പഞ്ചായത്ത് ഭരിക്കുന്നത് വളരെ സ്ട്രോങ്ങിലാണ്, ആ പഞ്ചായത്തുള്ള പ്രദേശങ്ങളിൽ ഒരു കച്ചറയില്ല, ഒരു തെരുവ് നായിൻ്റെ ശല്യമില്ല, ഒരു കുട്ടികൾക്ക് ഇടങ്ങറില്ല, ഹെൽത്ത് ഇഷ്യൂ ഇല്ല, ആംബുലൻസ് പ്രശ്നമില്ല, ഫയർ സർവീസിൻ്റെ പ്രശ്നമില്ല, പോലീസ് സ്റ്റേഷനിലെ സർവീസ് നല്ലതാണ്. ഇങ്ങനെയെല്ലാം വരുന്ന ആ പഞ്ചായത്തിനും അവിടെ ഭരിക്കുന്ന ആൾക്കാർക്കാണ് ക്രെഡിറ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ അതിന് ഭരിക്കുന്നവർ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അവരുടെ അടുത്ത് റൂൾസ് ഉണ്ട്, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷെ അവിടെ ഉള്ള പബ്ലിക്കിനും കൂടി ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നീറ്റായിട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു കച്ചറ ഇടുന്നുണ്ടെങ്കിൽ അത് വണ്ടിയിൽ നിന്ന് മറ്റോടത്ത് എറിഞ്ഞിട്ട് പോവല്ലേ വേണ്ടത്. നമ്മൾ ആ വേസ്റ്റ് ബോക്സ് എവിടെയാണ് അവിടെ പോയിട്ട് കച്ചറ ഇടണം. ഇല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് കത്തിക്കണം, അല്ലെങ്കിൽ കുഴിച്ചിടണം. എന്താണ് ചെയ്യാൻ പറ്റുന്ന ആ രീതി ചെയ്യണം. അപ്പോൾ പഞ്ചായത്ത് എന്ന് പറയും വീട്ടിൽ കത്തിക്കാൻ പറ്റില്ല, മറ്റേ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് ഫൈൻ ആകുന്നുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ഓരോ സ്ത്രീകൾ വന്നിട്ട് പൈസ മേടിച്ചിട്ട് ഇതാക്കിയിട്ട് കളക്ട് ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അതങ്ങനല്ലാതെ അത് പ്രാക്ടിക്കലായിട്ട് കറക്റ്റായിട്ട് ടൗണിലും കൂടി ചെയ്യണം. ഇപ്പം ടൗണിൽ ക്ലീൻ ആക്കുന്നത് അടിച്ചു വാരുണ്ട്, ഓക്കെ. പക്ഷെ അത് മാത്രമല്ല, ഈ മാലിന്യം ടെമ്പ് ചെയ്യാൻ വേസ്റ്റ് ബോക്സുകളില്ല, എവിടെയില്ല. താന്നൂരുള്ളവർക്കറിയാം, പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ എല്ലാം ചെറുപ്പത്തിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കളക്ട് ചെയ്തിട്ട് ആ ജീപ്പിൽ ട്രെയിലറിൽ ഇട്ടിട്ട് കൊണ്ടുവരുന്നത്. ഒരുപാട് പ്രായമുള്ളവർക്കൊക്കെ അറിയും, എനിക്ക് ഒരുപാട് പൈസ ഉണ്ടായിട്ടില്ല, എൻ്റെ ചെറുപ്പം മുതലുള്ള കാര്യം പറയുന്ന. അപ്പോൾ അതുകൊണ്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാന സൗകര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നാടിൻ്റെ വൃത്തി, അപ്പോഴേ ഹെൽത്ത് ഓക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാനിതിലിപ്പോൾ 5ാമത്തെ കാര്യമാണ് ഈ വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന കാര്യം പറഞ്ഞത് അല്ലേ. പിന്നെ 6ാമത്തെ കാര്യം പറയുന്നത്, ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാനിങ്ങനെ ഓർത്തിരിച്ചിട്ട് എഴുതി വെച്ചതാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതാണ്, അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് തെറ്റുകളുണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കുക. അത് പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്താണ് ഉദ്ദേശിച്ച് പറയുന്നത് അത് നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് ഇത് ഏത് അധികാര കയ്യിലാണ് എത്തേണ്ടത് ഈ വീഡിയോ, അവരെ കയ്യിൽ എത്തിച്ചു കൊടുത്തിട്ട് ആരാണ് ഭരിക്കുന്നത്, ആരാണ് പഞ്ചായത്ത് മെമ്പർ, ആരാണ് അവിടെ MLA, അവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുത്തിട്ട് എനിക്ക് അവരെ കോൺടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലായോ. ഞാൻ 10-20 വർഷമായിട്ട് പ്രവാസിയാണ്. പക്ഷേ ഞാൻ ആരുടെ അടുത്ത് ഒരു കോൺടാക്റ്റും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ നാടും നല്ല ഡെവലപ്മെൻറ്റിലാണ്. ഇപ്പം തമിഴ്നാട്ടിൽ വിജയ് വന്ന്, ഇപ്പം നമ്മളെ VD സതീശൻ സാറ് വന്ന്, അങ്ങനെ ഓരോ രീതിയിലും നല്ലൊരു പ്രതീക്ഷയാണ് ജനങ്ങൾക്ക്. അപ്പം ഇപ്പോൾ ജനങ്ങൾ ഫേസ്ബുക്കിലായാലും സോഷ്യൽ മീഡിയയിലായാലും വീഡിയോ ചെയ്തിട്ട് ഓരോ നാട്ടിലെ ഓരോ പോരായ്മകൾ, അടിസ്ഥാന സൗകര്യം ഇല്ലാത്തത് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ നാടിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞുകൂടാ, എൻ്റെ നാട്ടിലെ സിറ്റുവേഷൻ പറഞ്ഞുകൂടാ? ഞാനൊരു നാട്ടുകാരനല്ലേ. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള സിറ്റുവേഷന് എനിക്ക് എൻ്റെ ജനങ്ങളോടും ഭരിക്കുന്നവരോടും പറയേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ. മനസ്സിലായി. നാളെ അത് എനിക്കും ഒരു ഉപകാരപ്പെടും, എൻ്റെ മക്കൾക്കും ഉപകാരപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്, മനസ്സിലായി. അപ്പം ഞാൻ വീണ്ടും ഇതിൽ പറയുന്നത്, എൻ്റെ വീഡിയോൻ്റെ താഴത്ത് കമൻ്റ് ഇടുന്നവർക്ക് പ്രത്യേകിച്ചിട്ട് പറയും, നാളെ നിങ്ങൾ രോഗിയായി കിടക്കും, നിങ്ങൾക്കൊന്നും വരാതിരിക്കട്ടെ, നിങ്ങളും ആക്സിഡൻ്റ് ആയിട്ട് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ നിങ്ങളും അതിജീവിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കും കൂടിയിട്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റ്, നല്ലൊരു എമർജൻസി ഒരു സൗകര്യം, ഒരു ഫയർ സിലിണ്ടർ, എന്താ പറയുക, ഫയർഫോഴ്സിൻ്റെ സൗകര്യങ്ങൾ, പോലീസ് സ്റ്റേഷൻ എന്നുള്ള ഒരു സ്പീഡപ്പ് കാര്യങ്ങൾ, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും കൂടിയാണെന്നുള്ളൊരു ചിന്ത വേണം. എൻ്റെ വീഡിയോ കുറച്ച് വലുതായിരിക്കും, എന്നാലും എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞേ പറ്റൂ.
ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത് അതൊന്നും അധികാരികൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എണ്ണി പറയുന്നത്. അപ്പോൾ ഞാൻ 5ാമത്തെ കാര്യം പറഞ്ഞത് ഈ മാലിന്യം റിമൂവ് ചെയ്യുന്നത്, അത് സംസ്കരിക്കാനുള്ള അതിനായിട്ടുള്ള പ്ലാന്റ് കാര്യങ്ങൾ താന്നൂരിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പഞ്ചായത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ എവിടെയെങ്കിലും നല്ലൊരു പ്ലാന്റ് കൊണ്ടുവരണം. ഇനി അതും ഏതെങ്കിലും തിരുവനന്തപുരത്തോ കൊച്ചിയിലോ കണ്ണൂരോ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ മലപ്പുറം കൊണ്ടുപോയിട്ട് ടംപ് ചെയ്യുന്ന മാതിരിയല്ല. അത്രയും ചിലവ് ഇതാക്കുന്ന നേരം കൊണ്ട് താന്നൂരിൽ തന്നെ അതിനൊരു സ്ഥലം എവിടെയെങ്കിലും കണ്ടെത്തിയിട്ട്, അത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, കണ്ടെത്തിയിട്ട് അതിനുള്ള ഫണ്ടും കണ്ടെത്തിയിട്ട് അവിടെ അത് ചെയ്യുമെങ്കിൽ നമ്മളെ നാട് സുരക്ഷിതമായിരിക്കും, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ പറയുന്നത്. അപ്പം അതിൽ ഒരുപാട് പേർക്ക് ജോലി ഉണ്ടാവും, ഡ്രൈവർമാർക്ക് ജോലി ഉണ്ടാവും, ക്ലീൻ ചെയ്യുന്നവർക്ക് ജോലി ഉണ്ടാവും, ഈ മാലിന്യം നിർമ്മാണം ചെയ്യുന്നവർക്ക് ജോലി ഉണ്ടാവും, അതിലൊരു ഗ്യാസ് ഉൽപ്പാദിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്കറിയാലോ, മാലിന്യം അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിൽ ലാഭം കൂടി ഉണ്ടെന്നുള്ളത്. ഇത് നമ്മൾ ഭരിക്കുന്നവരോട് കൂടിയാണ് പറയുന്നത്. പിന്നെ 6ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ ഒരു ഡ്രീമും കൂടിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഞാൻ സോഷ്യൽ സർവീസ് ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. ഇതേമാതിരി ആംബുലൻസ് സർവീസ് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, സിവിൽ സർവീസും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളുമായി ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അതിലൊരു കാര്യമാണിത്. കൂട്ടായി മുതൽ ഒട്ടുംപുറം നേരെ മെഡിക്കൽ കോളേജ് ഇതുവരെയുള്ള ഒരു സർവീസ്, ബസ് സർവീസ്, സാധാരണ ബസ് സർവീസ് അല്ല, കൂട്ടായിന്ന് ഈ ഹാൻഡിക്കാപ്പില്ലേ, നടക്കാൻ പറ്റാത്തവർ, ഈ കിടന്നിടത്ത് എണീക്കാൻ പറ്റാത്ത രോഗികളുണ്ടാവും, ക്യാൻസർ രോഗികളുണ്ടാവും, ഒരുപാട് എന്താ പറയുക ഭയങ്കര സിറ്റുവേഷനിൽ കിടക്കുന്നവരുണ്ടാവും, ഒന്ന് എണീക്കാൻ പറ്റില്ല, ഒന്ന് ഊരെ നിർത്താൻ പറ്റില്ല, ഹോസ്പിറ്റലിലേക്ക് എത്താൻ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും. ഈ ഒരു കാര്യം ഞാൻ താന്നൂരിലുള്ള വേണ്ടപ്പെട്ട ഒരാളോട് പറഞ്ഞു ഇതിനു മുമ്പ്. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞ്, നിൻ്റെ ആശയം നല്ലൊരു ആശയമാണ്, പക്ഷേ നമ്മളെ നാട്ടിൽ ആരാണിത് നടപ്പിലാക്കുന്നത് അറിയില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഇതിലൂടെ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തുകയാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്, ഇപ്പം എൻ്റെ ഒരു പ്രദേശത്തുള്ള കാര്യം പറയുന്നത്, കൂട്ടായി മുതൽ താന്നൂർ ഒട്ടുംപുറം മുതൽ നമ്മളെ പരപ്പനങ്ങാടി ചട്ടിപ്പടി ഇതെല്ലാം പെടും. അവിടെ മുതൽ മെഡിക്കൽ കോളേജ് വരെ ഒരുപാട് രോഗികൾ, ഭയങ്കര എന്താ വെച്ചാൽ ഒരു ഫുഡിന് പോലും കാശില്ലാത്ത രോഗികളൊക്കെ ഉണ്ട്. അപ്പം ആംബുലൻസ് വിളിക്കാൻ കാശില്ലാത്തവരുണ്ട്, ഇതേമാതിരി വണ്ടിക്ക് കാശ് കൊടുത്തിട്ട് പോകാൻ പറ്റാത്തവരുണ്ട്. മനസ്സിലായില്ലേ? ഇവർക്കൊന്നും മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അവർക്ക് പോകാൻ പറ്റുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രെച്ചർ കാര്യങ്ങളില്ല, പിന്നെ പോരാത്തിന് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല. അങ്ങനെ ഒരുപാട് രോഗികളുണ്ട്. ഈ വീഡിയോ കാണുന്നവർക്കറിയാം, കൂട്ടായിന്ന് മെഡിക്കൽ കോളേജ് വരെ ഓരോ വീട്ടിലും പല രോഗികളുണ്ടാവും. ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടാവും, കാലില്ലാത്തവരുണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും, നടക്കാൻ പറ്റാത്ത. ഞാൻ പറയുന്നത് ഭയങ്കര ഒരു 90% ഭയങ്കര പ്രശ്നത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അല്ല, വണ്ടി വിളിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവർക്കും സൗകര്യമുള്ളവർക്കും വേണ്ടിയിട്ടല്ല പറയുന്നത്. ഭയങ്കര സിറ്റുവേഷൻ മോശമായിട്ട് അന്നാന്ന് കഴിയുന്ന കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ബസ് സർവീസ് കൂട്ടായി അത് സ്റ്റാർട്ട് ചെയ്താൽ പെൽച്ചക്ക്, എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ OP സ്റ്റാർട്ടാക്കുന്ന ടൈമിൽ ബസ് അവിടെ എത്തണം. അപ്പം അത് എത്ര മണിക്കൂർ പിടിക്കും, ആ ടൈമിൻ്റെ ഉള്ളിൽ കൂട്ടായിന്ന് ബസ് പുറപ്പെടണം. അപ്പോൾ ആ ബസ് എങ്ങനത്തെ ബസ്സായിരിക്കണം? ഇപ്പം നമ്മളെ നാട്ടിൽ KSRTC ഗവൺമെൻറ് ബസ് ഓടുന്നുണ്ട്, പക്ഷേ ആ ഗവൺമെൻറ് ബസ്സിൽ ഭരിക്കുന്ന സാറുമാർ അറിയേണ്ടത്, ആ ഗവൺമെൻറ് ബസ്സിന് ഒരു തിരുത്തൽ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വണ്ടി ആൾട്രേഷൻ ചെയ്യുമെന്ന് പറയും, അത് മോഡിഫൈ ചെയ്യാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ് എന്ന് വെച്ചാൽ സർക്കാരിന് നികുതിയും കാര്യങ്ങളും ഈ ജനങ്ങൾ കൊടുത്തിട്ടാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, അത് സർക്കാർ ചെയ്യണം. അപ്പം അവർക്ക് വേണ്ടത് ഒരു ഹാൻഡിക്യാപ്പ് വാഹനമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, എണീച്ച് നടക്കാൻ പറ്റാത്തവർക്കും സ്ട്രെച്ചറിൽ കിടക്കുന്നവർക്കും, ഒരു ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട സിറ്റുവേഷനിലുള്ള പേഷ്യൻ്റ് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റണം. അതിന് പറ്റിയൊരു ബസ്, 1-2 ബസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു വണ്ടിയായാലും 2 വണ്ടിയായാലും അല്ലെങ്കിൽ ഒരു വണ്ടിയായാലും കുഴപ്പമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബസ്സിലെ പടിക്കെട്ടുകൾ ആൾട്രേഷൻ ചെയ്തിട്ട് സ്ട്രെച്ചർ തള്ളിയിട്ട് ആ ആംബുലൻസ് സർവീസ് എങ്ങനെ ബസ്സിൻ്റെ ബാക്കിൽ നിന്ന് സ്ട്രെച്ചർ തള്ളിയിട്ട്
ആംബുലൻസ് സർവീസ് എങ്ങനെ അതുപോലെ ചെയ്യുന്നതും, ബസ്സിലെ ഓരോ ചെയറും റൗണ്ട് അപ്പ് ചെയ്യുന്ന രീതിയിൽ പേഷ്യൻ്റ് കറങ്ങിയിട്ട് അവർക്ക് സൗകര്യമുള്ള മേലെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ സിസ്റ്റമാറ്റിക് മാറ്റണം. ഇതൊക്കെ ഞാൻ നാട്ടിൽ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യമാണ്. പക്ഷെ എൻ്റെ അടുത്ത് നല്ലൊരു ഫണ്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ആരുമില്ല. ഇതെല്ലാം ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടിട്ട പദ്ധതിയാണ്. എൻ്റെ കൂട്ടുകാരന്മാർക്ക് പോലും അറിയില്ല കേട്ടോ ഈ ആംബുലൻസിൻ്റെ കാര്യവും ഈ ഒരു ബസ് സർവീസ് ഇതെല്ലാം എൻ്റെ പദ്ധതിയിലുള്ളതാണ്. പക്ഷേ എനിക്കൊരു ഫണ്ടോ കാര്യങ്ങളോ എനിക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എനിക്കൊരു എന്താ പറയുക രാഷ്ട്രീയ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഫണ്ടിൻ്റെ സപ്പോർട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിന്ന് ബാക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നല്ല ഭരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പം അവരിത് പഞ്ചായത്തു നിന്നും കൂടി ഇത് ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ബസ് സർവീസ് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടായി ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ടാക്കിയാൽ അഴിമുഖത്തുള്ള ജനങ്ങൾ അവർ പറ്റുന്ന വണ്ടിയിൽ കൊടുത്തിട്ട് കൂട്ടായിൽ ആ ബസ്സിൽ കയറ്റിക്കോളും പേഷ്യൻറ്റിനെ. അപ്പോൾ രാവിലത്തെ OP ടൈമിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബസ് എത്തും ചെയ്യും. അതിനുള്ള സൗകര്യം എന്തായാലും അവിടെ ഉണ്ട്, കോളേജിലുണ്ട്. അപ്പോൾ അവിടുന്ന് അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ കോളേജിൽ പുതിയ ഡിവിഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ സൗകര്യമുണ്ട്. പക്ഷെ ഇവിടുന്ന് പേഷ്യൻ്റ് അവിടെ എത്താനുള്ള സൗകര്യമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ പറയും അങ്ങനെയുള്ള രോഗികൾ ആംബുലൻസിൽ കൊണ്ടുപോയാൽ പോരെ. അങ്ങനെ കൊണ്ടുപോകാൻ കാശില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഒരുപാട് മത്സ്യത്തൊഴിലാളികളുണ്ട്, ആഴ്ചയിൽ കാശ് പിരിക്കുന്നവരും ചിലപ്പം 1-2 പ്രാവശ്യം എന്താ പറയുക ഈ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ വരുന്നവരുണ്ട്. കാലാവസ്ഥ മോശമായി കഴിഞ്ഞാൽ പട്ടിണി ആവുന്നവരുണ്ട്. തീരദേശ മേഖലയിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നത് നമുക്കറിയാം. ഞാനും ജനിച്ചത് തീരദേശത്ത് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പം ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു അടിസ്ഥാന സൗകര്യം ചെയ്യണമെന്ന് എൻ്റെ ഒരു വലിയൊരു റിക്വസ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കറക്റ്റായിട്ടുള്ള മെഡിസിൻ ക്യാൻസർ രോഗികൾക്കൊക്കെ കറക്റ്റായിട്ട് മെഡിസിൻ കിട്ടാനായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ നാട്ടിൽ എന്താ പറയുക ശാന്തത എന്ന് പറഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ വീട്ടിൽ പോയിട്ടുള്ള സർവീസൊക്കെ ദൈവത്തിൻ്റെ തുല്യമാണ്. അപ്പം അതിലൊക്കെ ഒരുപാട് പേഷ്യൻറ്റുകൾ ഹാപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് മെഡിക്കൽ കോളേജിൽ അവിടെയാണല്ലോ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്, വലിയ രോഗങ്ങളുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് അവിടെ എത്താനുള്ള സൗകര്യം ചെയ്യണം. അതിനുള്ളൊരു ബസ് ആൾട്രേഷൻ ചെയ്തിട്ട് അതിൽ സ്ട്രെച്ചറും വീൽ ചെയറും കയറ്റാൻ പറ്റുന്ന 2 മേഖല, 2 ഏരിയ, ബസ്സിൻ്റെ ബാക്കിലൂടെ സ്ട്രെച്ചർ ബസ്സിലേക്ക് കയറ്റാനും പറ്റണം. വീൽ ചെയർ സൈഡിലൂടെ 2 ഫ്രണ്ട് ഏജിലും അതിൻ്റെ സൈഡിലെ സ്റ്റെപ്പിലും കയറ്റാൻ പറ്റണം. അതിനുള്ള സ്റ്റെപ്പ് ചെയ്തിട്ട് അതിനുള്ള സ്റ്റാഫിനെയും വെക്കണം. അതിൽ ഒരു ആൺ നഴ്സിനും പെൺ നഴ്സിനും വെക്കണം. പെണ്ണുങ്ങളെ എന്താ പറയുക അവരെ കാര്യങ്ങൾ ചെയ്യാൻ ലേഡീസും വേണം, ആണുങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്യാൻ ആണും വേണം. അപ്പോൾ ഈ ഒരു സൗകര്യം ചെയ്താൽ എൻ്റെ നാട്ടിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഞങ്ങളെ തീരദേശമുള്ള ഒരുപാട് പ്രയാസപ്പെടുന്ന ജനങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്ന എൻ്റെ ഒരു വിനീതമായിട്ട് അപേക്ഷയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാനിപ്പോൾ 6ാമത്തെ കാര്യമാണ് പറഞ്ഞത്, കൂട്ടായി മുതൽ ഒട്ടുംപുരം ബസ്സിൻ്റെ കാര്യം പറഞ്ഞത്. 7ാമത്തെ കാര്യം താനൂരുള്ള എല്ലാവർക്കും അറിയാം, താനൂരും തിരൂരുള്ളവർക്കൊക്കെ അറിയാം. ഒട്ടുംപുറം മുതൽ കൂട്ടായി വരെ താനൂർ ബീച്ച് റോഡിൻ്റെ ഇപ്പുറത്തുനിന്ന് പുഴ പോകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പുഴ പോകുന്നുണ്ട്. ആ പുഴ പണ്ടൊക്കെ തോണി പോയിരുന്നു. ഒരുപാട് വർഷം മുമ്പ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആ പുഴയിലൂടെ ചില ടൈമിൽ വള്ളം വരെ കൊടുത്തിരുന്നു, ഫൈബർ കൊടുത്തിരുന്നു. ഒട്ടുംപുറത്തേക്ക് കൊണ്ടുവരും, ഒട്ടുംപുറത്തുനിന്ന് നേരെ അയിമുഖം അവിടത്തേക്ക് കൊണ്ടുവരുന്നു. എല്ലാവർക്കും അറിയാം, താനൂരുള്ളവർക്ക് അറിയാം, പണ്ടൊക്കെ സർവീസ് നടത്തിയിരുന്നു. അന്ന് പുഴയിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പുഴ ആയം കൂട്ടിയിരിക്കുന്നു, പക്ഷേ വെള്ളമില്ല, ഒരുപാട് മാലിന്യമാണ്. കംപ്ലീറ്റ് ആൾക്കാർ പോയിട്ട് ഡംപ് ചെയ്യുന്നത് മാലിന്യങ്ങൾ പുഴയിലേക്കാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പഞ്ചായത്തിൽ ഈ മാലിന്യം ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫൈൻ അടിക്കുന്ന കാര്യം വീടിന് വരെ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വീടിൽ നിന്നാണ് പുഴയിലും അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് മാലിന്യം ഡംപ് ചെയ്യുന്നത് അവർക്ക് ഫൈൻ അടിക്കണമെന്ന് നിർബന്ധമാണ്, എന്നാലേ അവർ നന്നാവുള്ളൂ. മനസ്സിലായാം? അപ്പോൾ ആ ഒരു ഏരിയയിൽ റോഡ് സൈഡിൽ
സുബാല എന്താ വെച്ചാൽ കച്ചറ ബോക്സ് എന്തായാലും ഉണ്ടായിരിക്കണം. എന്നാൽ അവരെന്താക്കുന്നു, അവരെ മക്കളെടുത്തോ ഭർത്താക്കന്മാരെടുത്തോ ആങ്ങളമാരെടുത്തോ അവർ വേസ്റ്റുകൾ കൊടുത്തിട്ട് നമ്മളെ പഞ്ചായത്തിൻ്റെ ബോക്സിൽ കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ആ പ്രശ്നം അതോടെ കഴിഞ്ഞല്ലോ. അപ്പോൾ പുഴയിൽ കൊടുത്തിട്ട് പുഴേനെ മാലിന്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, വെള്ളം മാലിന്യം ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഇനിയിപ്പോൾ എന്താ പറയുക, മലവെള്ളം ഒഴുക്കുണ്ടെങ്കിൽ ശരി ഇല്ലെങ്കിൽ ശരി ആ പുഴയിൽ വെള്ളം ഉണ്ടാവണം. അതിനുള്ള ഡെവലപ്മെൻറ്റ് നമ്മൾ താന്നൂർ മുനിസിപ്പാലിറ്റി കൊണ്ടുവരണം. എന്താ വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും അത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ വെച്ച് കഴിഞ്ഞാൽ താന്നൂർ നിവാസികൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു റിക്വസ്റ്റ് കൊടുക്കണം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ താന്നൂരിൽ നിന്ന് ഉണ്ണിയാൽ റോഡ്, താന്നൂരിൽ നിന്ന് താന്നൂർ അങ്ങാടി ബായിക്കത്തരത്തിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഉണ്ണിയാൽ റോഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കൂട്ടായി വരെയുള്ള റോഡ് എന്താണെന്നുള്ളത് താന്നൂരുള്ളവർക്ക് അറിയാം. ചെറിയ റോഡാണ്. അപ്പോൾ അതിലൂടെ ബസ് സർവീസ് ഈ എല്ലാ വണ്ടികൾ പോകുന്നതും അതിൻ്റെ തിരക്കും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. പക്ഷേ ടൂറിസം ഒരു മേഖലയും കൂടിയും സ്റ്റാർട്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ പുഴ. ഒട്ടുംപുറത്തു നിന്നുള്ള പുഴയിൽ നിന്ന് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ കൂട്ടായി അയമുഖം വരെ സർവീസ് നടത്താൻ പറ്റും. ഒരു ബോട്ട് സർവീസ് ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് ബോട്ട് സർവീസ് നടത്താൻ പറ്റും. അപ്പോൾ ആ ബോട്ട് സർവീസ് നടത്തണമെങ്കിൽ അത് പഞ്ചായത്തിന് നല്ല വരുമാനം ഉണ്ടാവും. ബോട്ട് സർവീസ് നടത്തണമെങ്കിൽ ആദ്യം ആ പുഴ ഇതിനു മുമ്പ് പുഴ ക്ലീനാക്കിയിരുന്നു, ആയം കൂട്ടിയിരുന്നു. അത് എവിടെയൊക്കെയാണ് നിന്നിക്കുന്നത് അത് ക്ലിയർ ചെയ്യാം. ആ മേഖല ക്ലിയർ ആക്കണം. അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അവിടെ വെള്ളം ഇല്ലാത്തടത്തേക്ക് വെള്ളം വരണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഒട്ടും പുറത്തുനിന്ന് ആ ഭാഗങ്ങളിൽ സ്ലോപ്പ് ചെയ്തിട്ട് ആ പുഴ കംപ്ലീറ്റ് ഫുൾ വെള്ളമാക്കുന്ന രീതി ചെയ്യണം. ഒഴുകി പോകണം വെള്ളം കൂട്ടായി വരെ, എന്നാലേ ബോട്ട് സർവീസ് നടത്താനുള്ള വെള്ളം വരുള്ളൂ. കറക്റ്റായിട്ട് സേഫ്റ്റി ആയിട്ട് ബോട്ടിന് പോകാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഒന്ന്, മാലിന്യം പുഴയിൽ നിന്ന് നീക്കം ചെയ്യണം. രണ്ടാമത്തത് വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ ഒട്ടുംപുറത്ത് നിന്ന് കൂട്ടായി വരെയുള്ള ലെവലിൽ ആ പുഴയിൽ വെള്ളം ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിൽ കൺട്രോൾ ചെയ്യാൻ. എന്താ വെച്ചാൽ വെള്ളം ഒട്ടുംപുറത്തു നിന്ന് കിട്ടും, അഴിമുഖത്തു നിന്നും കിട്ടും. ഈ രണ്ട് മേഖലയിൽ നിന്നും ബോട്ട് സർവീസ് രണ്ട് പാത്തും പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിന് 100% ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. ഒരുപാട് സ്ഥലത്ത് നിന്ന് വെള്ളം കൊണ്ടുവരാന്നുണ്ടാവും. അത് ഒരുപാട് കാശ് വണ്ടിക്ക് കൊടുത്തിട്ട് വണ്ടിയിൽ കയറ്റിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് ലാഭം ഉണ്ടാവും. അത് വെള്ളം ഓടിച്ചിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റും. ഫൈബർ ഓടിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും. ഏതിലൂടെ 30-35 കിലോമീറ്റർ ഉണ്ട് കൂട്ടായിൽ നിന്ന് ഒട്ടുംപുറം വരെ ആ പുഴ. ആ പുഴ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെ മേഖലകൾ വെള്ളപ്പൊക്കം ഇല്ലാത്തത്. മനസ്സിലായോ? അപ്പോൾ അതിനാണ് പറയുന്നത്. അത് ഈ മലവെള്ളം വരുമ്പോൾ മാത്രമാണ് അത് ഫുള്ളാവുന്നത്. അല്ലാത്ത ടൈമിൽ അത് വറ്റിയിട്ടുള്ള കച്ചറയും കാര്യങ്ങളും അടഞ്ഞിട്ട് ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒരുപാട് മാലിന്യമായിട്ട് കുന്നുകൂടി കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഈ മണ്ണുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള മാലിന്യം റിമൂവ് ചെയ്തിട്ട് അതിലുള്ള വെള്ളം അടിസ്ഥാന സൗകര്യം വരുത്തിയിട്ട് അവിടെ അതിൻ്റെ തിണ്ടുകളൊക്കെ നല്ല നീറ്റും ക്ലീൻ ആക്കിയിട്ട് അതിലൊരു ബസ് സ്റ്റാൻഡ് മാതിരി ഓരോ ഏരിയയിലും അതിന് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഷോപ്പിനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ബോട്ട് സർവീസ് വന്നു കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ആൾക്കാരും വരും. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് മത്സ്യത്തൊഴിലാളികൾക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ വള്ളം പണിയാൻ പോകുന്നതും ഫൈബർ പണിയാൻ പോകുന്നതും ചിലപ്പോൾ കൂട്ടായാലായിരിക്കും, ദൂരമായിരിക്കും. ഇവർക്കൊക്കെ കടൽ മായാലിട്ട് ഒരുപാട് ഫ്യൂല് നഷ്ടപ്പെടും. പിന്നെ ചില കടൽ ആൾക്കുണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. കടൽ ക്ഷോഭമുള്ള ടൈമിൽ കടലിലൂടെ പോകുന്നതിനെക്കാട്ടും നല്ലത് കൂട്ടായി അഴിമുഖത്തു നിന്ന് നേരെ ബാക്ക് കൂടെ പുഴയിൽ കൂടെ വരാൻ പറ്റും. ഒട്ടുംപുറം വന്ന് ചേരാൻ പറ്റും. ഒട്ടുംപുറത്തു നിന്ന് പരിപ്പാടിയിലേക്കും കയറാൻ പറ്റും. ഇത് ആ പ്രദേശത്തുള്ളവർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം ഞാൻ പറയുന്ന മേഖലകൾ ഏതാണ് ഈ പുഴ. താന്നൂര് എന്താ പറയുക, കൂനം പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന റോഡ് പുഴയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പുഴൻ്റെ ഒന്ന് മാലിന്യം, രണ്ടാമത് പുഴയ്ക്കുള്ള വെള്ളം ക്ലിയർ ചെയ്യൽ, മൂന്നാമത്തെ കാര്യം ഈ പുഴൻ്റെ മേലെ വരുന്ന പാലങ്ങളുണ്ടല്ലോ, ഈ പാലങ്ങൾ ഏതൊക്കെ പാലങ്ങളുണ്ട് അതൊക്കെ റിമൂവ് ചെയ്തിട്ട് അതെല്ലാം വാഹനങ്ങൾ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇതെല്ലാം പറയുമ്പോൾ എല്ലാവരും ചിരിക്കും, ഇതിനെല്ലാം ഫണ്ട് എവിടെ നിന്ന് കിട്ടുന്നു. ഇതിനെല്ലാം ഫണ്ടൊക്കെ പഞ്ചായത്തു നിന്നുണ്ട്, ഗവൺമെൻറ് എടുത്തുന്നുണ്ട്. ഇല്ലായൊന്നല്ല, ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കും. അതിനുള്ള പ്രഷർ നമ്മളെ ഈ പബ്ലിക്ക് കൊടുക്കണം, പഞ്ചായത്ത് ഭരിക്കുന്നവർ കൊടുക്കണം, നമ്മളെ MLA കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഞങ്ങളെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം. ഞങ്ങൾക്ക് ഇനിയും വരുമാനങ്ങളുണ്ടാവും പഞ്ചായത്തിലേക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം വകുപ്പിന് ഏറ്റവും നല്ല വരുമാനം ഉണ്ടാവും. കൂട്ടായി മുതൽ ഒട്ടുംപുറ വരെ 35 കിലോമീറ്റർ മിനിമം ഉണ്ടാവുന്ന എൻ്റെ അഭിപ്രായം. കറക്റ്റായിട്ടുള്ളത് അറിയില്ല.
ഞാനൊരു നിഗമനം വെച്ചിട്ട് പറയാണ്. അപ്പം ഈ 10-35 കിലോമീറ്റർ വണ്ടി ട്രാവൽ ചെയ്യുന്ന ബോട്ട് സർവീസ് ഉണ്ടാകുന്നവർക്കും നല്ലൊരു സേഫ്റ്റിയുള്ള സർവീസ് കൊടുക്കുകയാണെങ്കിലും നല്ല ഒരു ക്വാളിറ്റിയുള്ള ബോട്ടും കാര്യങ്ങളും അവിടെ പ്രൊവൈഡ് ചെയ്ത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആപത്തും പോലെ പ്രശ്നങ്ങളും നടക്കാത്ത നല്ല നിലവാരമുള്ള ബോട്ടും കാര്യങ്ങളും ഇറക്കിയിട്ട് ക്വാളിറ്റി ഉറപ്പ് വരുത്തുക, സേഫ്റ്റി ഫീച്ചറൊക്കെ വെച്ചിട്ട് എന്താ പറയുക, സേഫ്റ്റിക്ക് വേണ്ട എന്താ പറയുക ലൈഫ് ജാക്കറ്റും കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടി ഇത്ര ആളെ കറക്റ്റായിട്ടുള്ള സീറ്റിലുള്ള ആൾ മാത്രം കയറ്റുക. സേഫ്റ്റിന് അതിജീവിക്കുന്നമായ ഒരു ആളും കയറ്റെടുത്ത് അതിനുള്ള ബോട്ടുകൾ വെക്കുക. ഇപ്പം സാധാരണ ബസ് പോകുന്ന രീതിയിൽ ഇപ്പോൾ പുന്നമട കായലിലൊക്കെ ബോട്ടുകളൊക്കെ സർവീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ബോട്ടുകൾ ഇറക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും, വെറുതെ ഒന്നല്ല. നിങ്ങൾ വൺ ടൈം പൈസ ഇറക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സർക്കാരിനും ഇതിനുള്ള പഞ്ചായത്തിനും വരുമാനം ഉണ്ടാവും. വരുമാനം ഇല്ലാതില്ല. എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ വണ്ടി എന്താ വെച്ചാൽ സ്വന്തം വണ്ടികൾ ഒരുപാട് ആൾക്കാർ ഒഴിവാക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ബോട്ട് കയറിയ നല്ലൊരു വ്യൂവും കിട്ടും ചെയ്യും. 2 സൈഡിൽ തെങ്ങാണ്, നല്ലൊരു വ്യൂ കിട്ടും. നല്ലൊരു എന്താ പറയുക, നല്ല പ്രകൃതി ആസ്വദിച്ചിട്ട് കൂട്ടായി അഴിമുഖം വരെ പോകാൻ പറ്റും. കൂട്ടായി അഴിമുഖത്തു നിന്ന് ഒട്ടുംപുറ വരെ പോകാൻ പറ്റും. അവിടുന്ന് പരപ്പനടിക്കും വരും ക്രോസ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടുന്ന് കോഴിക്കോടിലേക്കും ക്രോസ് ചെയ്യാൻ പറ്റും ബോട്ട് സർവീസ്. ഇതിപ്പം ഭരിക്കുന്നവനക്ക് അറിയാം, ഭരിക്കുന്ന സാർമാർക്ക് അറിയുമെന്നറിയില്ല. പക്ഷെ എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു മേഖല ഉണ്ട്, അത് ഞാൻ തുറന്ന് കാണിക്കുകയാണ്. ഈ വീഡിയോ വലുതാണ്, ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തായി. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ നാട്ടിലെ കാര്യങ്ങൾ പറയാനുള്ളത് പറയാം. എന്താ വെച്ചാൽ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. പക്ഷെ ഞാനൊരു പ്രവാസിയാണ്. എൻ്റെ നാട്ടിൽ ഞാൻ നിന്നിട്ട് നാട്ടിൽ ഭരിക്കുന്നവരെ അടുത്ത് പോയിട്ട് പറയാനോ അതിനുള്ള സമയമോ അല്ലെങ്കിൽ സന്ദർഭമോ ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന കാര്യം. ഒന്നാമത് നമ്മളെ നാട്ടിൽ ജനങ്ങളിപ്പം ജനങ്ങളെ കൂടെ നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാണ് ശബ്ദം ഉയർത്തുന്നത്, അവരെ കൂടെ ജനങ്ങൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ്. അവരെയാണ് ജനങ്ങൾ ഉയർത്തി മേലോട്ട് കൊണ്ടുവരുന്നത്, നല്ല നല്ല പൊസിഷനിൽ ഇരുത്തുന്നത്. അപ്പോൾ ആ സാറുമാരും ഭരിക്കുന്നവരും ചിന്തിക്കേണ്ടത്, ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കുറവുകൾ, കംപ്ലൈൻറ്റുകൾ, ആവശ്യങ്ങൾ പബ്ലിക് പറയുന്നുണ്ടെങ്കിൽ, ജനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നിറവേറ്റി കൊടുക്കലാണ് നിങ്ങളെ ജോലി. അതിനാണല്ലോ നിങ്ങളവിടെ ഇരുത്തിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തുടർ ഭരണം നിങ്ങളെ കയ്യിലായിരിക്കും തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ചെയ്യുന്നുണ്ടെങ്കിൽ ആരും നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് എടുത്തെറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഭരിക്കാൻ പറ്റും, രാജ്യം ഭരിക്കാൻ പറ്റും, ഒരു കുഴപ്പമുണ്ടാവില്ല. ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ? പിന്നെ ജനങ്ങൾ എന്തിനാണ് ഭരണം മാറ്റേണ്ട ആവശ്യം? ഇത് കിട്ടാത്തതുകൊണ്ടും കണ്ട വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് മാറി പാർട്ടിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഫണ്ട് അവിടുന്ന് ഇവിടുന്ന് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് കണ്ണടിച്ചിട്ടും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ജനങ്ങൾ വിലയിരുത്തിയതുകൊണ്ടാണ് എല്ലാം അവതാളത്തിലായി പോകുന്നത്. അതാ ഭരിക്കുന്നവർക്കും അറിയാം. അപ്പോൾ ഇന്ന പാർട്ടിയെന്നാണും അല്ല ഇന്ന ആൾക്കാർ ചെയ്തെന്നൊന്നും പറയുന്നില്ല. ഓരോ പാർട്ടീൻ്റെയും പിടിപ്പുകേട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്ക് വരുന്ന ഫണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ നിന്ന് ജനങ്ങളെ കൂടെ നിൽക്കാതെ അവർക്ക് നല്ലത് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ബാഡായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ജനങ്ങൾ മാർക്കിട്ട് വെക്കുന്നത്. അടുത്ത ഇലക്ഷനിൽ കാണുക എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് ജനങ്ങൾ എടുത്ത് കളയുന്നത്. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ ആദ്യം നോക്കേണ്ടത് അടിസ്ഥാനം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുക്കലാണ്. വോട്ട് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള സ്ഥാനത്തിലേക്ക് എത്തിക്കുന്ന ജനങ്ങളെ മറക്കാതെ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ജനങ്ങൾ നിങ്ങളെടുത്തിട്ട് താഴത്തിടില്ല, ഒരിക്കലും ഇടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ CPM ആയാലും ഇപ്പോൾ UDF ആയാലും കോൺഗ്രസ് ആരായാലും ശരി, നല്ലത് ചെയ്തോ ജനങ്ങൾക്ക് വേണം തീർച്ചയായിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാം ചെറുപ്പം മുതൽ, ഇപ്പോഴൊന്നും ഇപ്പം അങ്ങനെ ഇല്ല, എൻ്റെ ചെറുപ്പം മുതൽ CPM എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, രോമണിച്ച് നിൽക്കും. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എവിടെയും കൊടി പിടിച്ചിട്ടാണെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭരണമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ഭരണത്തിൽ വന്ന പാർട്ടിയാണ്, മനസ്സിലായോ? പിന്നെ എന്താ പറയുക, ഈ നേതാക്കന്മാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അണികളുടെ അടുത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്.
അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വിഷയങ്ങൾ വരും. ഇതിപ്പോൾ രാഷ്ട്രീയം പറയാൻ വേണ്ടി ഒന്നല്ല, എൻ്റെ നാട്ടിലത്തെ സിറ്റുവേഷൻ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ഭരണം കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻ പറയാണ്. ഒരുപാട് ആൾക്കാർ പല വീഡിയോസ് ഇടുന്നുണ്ടാവും. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഭരിക്കുന്ന ഓരോ നേതാക്കന്മാരെ പേര് കൊണ്ട് കളിയുന്നത് അണികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേതാക്കന്മാർക്കല്ല ഇന്നെ പഞ്ചായത്തിലെ കാര്യങ്ങൾ, ഇന്നുള്ള ഗ്രാമങ്ങളെ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെന്നറിയാം. അത് അണികൾക്കും അവിടെ ഭരിക്കുന്ന എം എൽ എമാർക്കും കൗൺസിലിനും അവിടെയുള്ള എന്താ പറയുക പഞ്ചായത്ത് മെമ്പറിനെ അറിയില്ല. അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ ജോലി ചെയ്യാത്തതുകൊണ്ടാണ് ഭരണം കയ്യിൽ നിന്ന് പോകുന്നത്. നിങ്ങളെ ജോലി കറക്റ്റായിട്ട് ചെയ്യും. നിങ്ങളെ ജോലി കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭരണം ഒരിക്കലും കയ്യിൽ നിന്ന് പോവില്ല. ജനങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ നാട്ടിൽ ഇന്ന സൗകര്യങ്ങൾ കൊടുക്കുന്നത് ഇന്ന പാർട്ടിയാണ്, അപ്പോൾ അതിനുള്ള സൗകര്യം. പിന്നെ ഈ ഒരു പാർട്ടി ഒരു സൗകര്യം കൊടുത്താൽ അത് തുടർ ഭരണത്തിൽ വേറൊരു പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ, ഇതിനു മുമ്പ് കൊടുക്കുന്ന പാർട്ടി ഒരു ബിൽഡിങ്ങോ ഒരു ഹോസ്പിറ്റൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാതിയിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പാർട്ടി ഭരണത്തിൽ വരുന്ന പാർട്ടി അത് തിരിഞ്ഞു നോക്കുകയില്ല. അത് ചെയ്യുന്നത് തെറ്റാണ്. എന്ന് വെച്ചാൽ ഇത് ജനങ്ങളെ കാശാണ്, ജനങ്ങളെ നീതി കൊണ്ടാണ് ഈ കെട്ടിടങ്ങളും ഹോസ്പിറ്റലുകളൊക്കെ കെട്ടിപ്പടുത്തുന്നത്. അപ്പോൾ നിങ്ങളെ ഭരണം മാറുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നത് മാത്രം ജനങ്ങൾക്ക് കൊണ്ടുവരുന്നല്ല, ഇതിനു മുമ്പ് ഭരിക്കുന്നവർ ചെയ്ത ഡെവലപ്മെൻറ്റ് ഫോളോ ചെയ്തിട്ട് വീണ്ടും അത് ക്ലിയർ ചെയ്തെടുക്കണം. ആർക്ക് പേര് വന്നാലും അത് ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു ചിന്ത ഭരിക്കുന്ന എല്ലാ പാർട്ടിക്കും വേണം, ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നു, അത് നിങ്ങൾ പാതിയിൽ വെച്ചിട്ട് നിർത്തുകയാണ്. എന്താ വെച്ചാൽ അപ്പോഴത്തേന് നിങ്ങളെ കയ്യിൽ നിന്ന് ഭരണം പോയി. അപ്പം എന്താ, അടുത്ത പാർട്ടിയല്ലേ വരുന്നത്, ഇനി അവരെന്താ ചെയ്തിട്ട്. അപ്പം എന്താ ചെയ്യും, അത്രയും കാശ് ജനങ്ങളെ കാശ് നേതി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കച്ചറയിലിട്ട് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇതേമാതിരി പബ്ലിക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് അത് കച്ചറയിലിട്ട് ആ ജനങ്ങളെ കാശ്, അത് ബസ്സായാലും ശരി, ഹോസ്പിറ്റൽ ആയാലും ശരി, സ്കൂളായാലും ശരി, സ്റ്റേഡിയം ആയാലും ശരി, ഏതൊരു ഡെവലപ്മെൻറ്റിലും ഭരിക്കുന്നവർ ചെയ്യുന്ന ഒരൊറ്റ മിസ്റ്റേക്ക് ഇതാണ്. ഒരു ഭരണം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരും ജനങ്ങളെ അഭിപ്രായത്തിനനുസരിച്ച്. പക്ഷേ ഭരണം കയ്യിൽ നിന്ന് പല കാരണത്താലും അവരെ പല മിസ്റ്റേക്ക് കാരണത്താലും ഭരണം അവരെ നേതി എന്താ പറയുക വിധി പബ്ലിക് എന്താ പറയുക ജനങ്ങൾ വിധി എഴുതുന്ന ടൈമിൽ അവരെ ഭരണം കയ്യിൽ നിന്ന് പോകും. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ഈ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ അവിടെ തന്നെ മണ്ണിട്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ശരിക്കും ഫോളോ ചെയ്തിട്ട് അടുത്ത ഭരിക്കുന്നത് ആരാണോ, ഏത് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ് ശരിക്കും. അത് ഓരോ മേഖലകളും, ഹോസ്പിറ്റൽ ആണെങ്കിലും ശരി, ഏത് ഗവൺമെൻറ് മേഖലകളായാലും ശരി, പോലീസ് സ്റ്റേഷനായാലും ശരി, പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങൾ ഡെവലപ്മെൻ്റ് ആയാലും ശരി, എന്ത് കാര്യങ്ങളായാലും ശരി. എന്നുവെച്ചാൽ പോലീസ് സ്റ്റേഷനിലെ വണ്ടിയെല്ലാം കാണണം. ഇപ്പോഴൊക്കെ പിന്നെയും കുഴപ്പമില്ല, ചില എലികളെല്ലാം കയറിയിട്ട് പുറത്തു കൂടെ വരും. അത്രയും തുരുമ്പ് പിടിച്ച ജീപ്പുകളാണ് കേരള ഗവൺമെൻറ് ഓരോ പോലീസ് സ്റ്റേഷനിലുള്ളത്. എന്നിട്ടാണ് ആ വണ്ടി വെച്ചുകൊണ്ടാണ് നല്ല അന്തസ്സുള്ള വണ്ടിനെ കൈ കാട്ടിയിട്ട് ഫൈനും കാര്യങ്ങളും അടിച്ചിട്ട് പോകുന്നത് RTO പോലീസുമാർ. അപ്പോൾ സാറുമാരോട് പറയേണ്ട കാര്യം കൂടി എനിക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി, ജനങ്ങളെ സേഫ്റ്റിയും കാര്യങ്ങളും നോക്കുന്നുണ്ട് ശരിയാണ്. പക്ഷെ നിങ്ങൾ ഓടിക്കുന്ന വണ്ടീൻ്റെ സേഫ്റ്റിയും കൂടി നോക്കണ്ടേ. നിങ്ങളെ വണ്ടിക്ക് ഇൻഷൂർ ഇല്ല, നിങ്ങളെ വണ്ടിക്ക് എന്താ പറയുക ടയറില്ല, ബാറ്ററി ഇല്ല, മര്യാദയ്ക്ക് ഒരു പെർഫോമൻസ് എന്താ പറയുക സൈലൻസർ എന്നൊക്കെ പോകുന്ന പുക കാണണം വണ്ടിയിൽ നിന്ന്. പറക്കം തളിക ബസ്സില്ലേ, അതിനെക്കാട്ടി മോശമാണ് ഓരോ പോലീസ് സ്റ്റേഷനിലെ ജീപ്പുകൾ. ഇതൊക്കെ ഓരോ ടൈമിലും ഓരോ 5 വർഷത്തിലും 3 വർഷത്തിലും ഓരോ വണ്ടിയും റിമൂവ് ചെയ്തിട്ട് കളയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ വണ്ടികൾ ക്ലീനായി നിൽക്കുള്ളൂ. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഒരു എന്താ പറയുക പബ്ലിക്കിനെ സേഫ് ചെയ്യാനും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ പോലീസ് ഉള്ളത്, ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവരെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പബ്ലിക് സർവൻ്റാണ്. അപ്പം നിങ്ങളെ വണ്ടികൾ സുരക്ഷിതയും നിങ്ങളെ വണ്ടികൾ നീറ്റും ക്ലീൻ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് മാറ്റേണ്ടത് തലപ്പത്തുള്ള സാർമാർ തന്നെയാണ്. അതിനുള്ള എന്താ പറയുക ഓർഡറും കാര്യങ്ങൾ കൊടുത്ത് ഇന്ന വണ്ടി എക്സ്പയർ ആവുന്നതിൻ്റെ മുമ്പ് മാറ്റിയിരിക്കണം. അല്ലാതെ മറകാട പൊളിഞ്ഞിട്ടും മറ്റേ പോലീസ് വണ്ടീൻ്റെ എന്താ പറയുക നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും കൊഴിഞ്ഞ് വീണിട്ടും തുരുമ്പെടുത്തിട്ടും അങ്ങനെയല്ല കൊണ്ടെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അവിടെയും ഇവിടെ വഴിയിലും കുറുക്കിലും ഇതൊക്കെ നിന്നിട്ട് മറ്റേ കുറുക്കന്മാർ നിൽക്കുന്നതിൽ പബ്ലിക്കിനെ പിടിക്കാൻ നിൽക്കുമ്പോൾ, അവർക്ക് ഫൈൻ അടിക്കാനും നിങ്ങൾ ടാർഗറ്റ് ഫില്ല് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം കൂടി നോക്കണം.
നിങ്ങൾ പോയിരിക്കുന്ന വണ്ടി എന്താണ് സിറ്റുവേഷൻ, നിങ്ങളെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ, നിങ്ങളെ വണ്ടീൻ്റെ നിലമ എന്താണ്. കൂടുതൽ പബ്ലിക്കിന് പിന്നെ ഫൈൻ അടിക്കുന്ന കാര്യം, ഒരു കാര്യം കൂടി പറയാണ്ട്, ഇപ്പം നമ്മളെ മുഖ്യമന്ത്രി VD സതീശ് സാറിന് ബിഗ് സല്യൂട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലത്തെ ഒരുപാട് വണ്ടിപ്രാന്തന്മാരുണ്ട്, ഒരുപാട് കഴിവുള്ളവരുണ്ട്. ഞാനൊക്കെ വണ്ടിപ്രാന്ത്, അമിതമായിട്ടുള്ള വണ്ടിപ്രാന്ത് കൊണ്ട് ഗൾഫ് കൺട്രിയിൽ ജോലി ചെയ്യുന്നതാണ്. ഇപ്പോഴും അതുകൊണ്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡ്രീമെല്ലാം റൈസിങ്ങും റാലി ടു ആ മേഖലകളാണ്. വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളൂ, അത്രയും വേൾഡ് ചാമ്പ്യൻ ആവുന്നൊക്കെയുള്ള ഡ്രീമാണ്. അത് ഓരോരുത്തർക്കും ഓരോ ഡ്രീം ഉണ്ടാവും. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള എൻ്റെ കൂട്ടുകാർക്ക് പോലും അറിയില്ല എൻ്റെ കഴിവ് എന്താണെന്നുള്ളത്. അപ്പോൾ അവരൊക്കെ മേഖല എന്താണ്, ഞാനൊരു ഡ്രൈവറാണ്, ടാക്സി മേഖല എന്നാണ്. പക്ഷേ ഞാനൊരു അറിയപ്പെടാത്ത ഒരു സ്പോർട്സ്മാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസിങ്ങും ഈ റാലി ടു ഇതേമാതിരി വേൾഡ് ചാമ്പ്യൻ, ഈ എന്താ പറയുക, ഇപ്പോൾ നിങ്ങളെല്ലാം ഭാഷയിൽ പറഞ്ഞാൽ ഒരു 8 ഹെലികോപ്റ്റർ, 4-5 ബസ് ഇതെല്ലാം നിർത്തിയിട്ട് അതിനൊക്കെ അതിജീവിച്ച് ജമ്പ് ചെയ്യുന്ന രീതിയിൽ വേൾഡ് ചാമ്പ്യൻ കാറ്റഗറിയിൽ വണ്ടികൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഭ്രാന്തുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഇതിപ്പോൾ എൻ്റെ കാര്യം ഞാൻ പൊക്കി പറയുന്നല്ല, എൻ്റെ ഉള്ളിലുള്ള കഴിവ്. ഞാൻ വണ്ടി നമ്മളെ ഭ്രാന്തന്മാരുണ്ടല്ലോ, നമ്മളെ മലപ്പുറത്താണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അവർ ഒരുപാട് മോഡിഫൈയും കാര്യങ്ങളും, വണ്ടി സ്റ്റിക്കറിങ്, ടയറ് കാര്യങ്ങൾ, സൈലൻസർ, എൻജിൻ സംബന്ധമായിട്ട് പവർ കൂട്ടൽ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഉൽപ്പാദിക്കുന്ന ഫാക്ടറി, ഇത് മേടിക്കുന്ന കട, ഇത് വിൽക്കുന്ന ഷോപ്പുകൾ, അപ്പോൾ ആലോചിക്കണം എവിടെയൊക്കെ ടാക്സ് കൊടുക്കുന്നുണ്ടെന്നുള്ളത്. ഇതിനൊക്കെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇത് മേടിച്ചിട്ട് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന എന്തൊരു കുഴപ്പം, എന്താ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങളെ നീതി എവിടെ പോയി? നിങ്ങൾ നീതി പുലർത്തണമെങ്കിൽ ഈ മാനുഫാക്ചറിങ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നിർത്തണ്ടേ? അല്ലാതെ സിഗരറ്റ് നിങ്ങൾ വലിക്കാൻ പാടില്ല, അത് ക്യാൻസർ വരുന്നുണ്ട് പുറത്ത് എഴുതിയിട്ട് സിഗരറ്റ് മൊത്തം എല്ലാവർക്കും അലോട്ട് ചെയ്തിട്ട് കൊടുക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു നിയമം നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ എന്താ പറയുക, ഇന്ത്യൻ ഗവൺമെൻറ്റിൽ കോടതിയാണല്ലോ ഓരോന്ന് അല്ലേ ഇതാക്കൽ. അപ്പോൾ കോടതി ഒരു നീതി പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പബ്ലിക്കിൻ്റെ ഒരു ഇതും കൂടി അറിഞ്ഞിട്ട് വേണം ഇതാക്കണമെങ്കിൽ, അതിനെപ്പറ്റി പഠിച്ചിട്ട് വേണം ചെയ്യണം. അങ്ങനെയാണെങ്കിലും പബ്ലിക്കിന് ഈ സാധനം വിൽക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു സ്റ്റിക്കർ മേടിക്കുന്നുണ്ട്, അത് ഒട്ടിക്കാൻ പറ്റുന്നില്ല, അത് വിൽക്കരുത്, അത് പ്രൊഡക്റ്റ് ചെയ്യാൻ പാടില്ല. അതിനുള്ള നികുതി പുരട്ടിയിട്ട് അവർക്ക് എന്തിനു പെർമിഷൻ കൊടുക്കുന്നത് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? അത് ഒന്നാമത്തെ തെറ്റ്. അപ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് നിർത്തണം. അപ്പോൾ പിന്നെ ആ പ്രശ്നം തീർന്ന്. പിന്നെ ഇപ്പം ഞങ്ങളെപ്പോലത്തെ വണ്ടി പ്രാന്തന്മാർ അത് മേടിക്കില്ലല്ലോ. പിന്നെ ഈ ഫ്ലഡ് കാര്യങ്ങൾ, വെള്ളപ്പൊക്കമെല്ലാം വരുമ്പോൾ നമ്മളെപ്പോലത്തെ വണ്ടി പ്രാന്തന്മാർ 4 വീലർ വണ്ടിയെല്ലാം എടുത്തിട്ട് വന്നിട്ട് സ്വന്തം കയ്യിൽ ആറ്റുനോട്ട് പൈസ എല്ലാം ഇറക്കിയിട്ട് ഓരോ ഡ്രീം ബൈക്കുകളൊക്കെ എടുത്ത് വന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രക്ഷപ്രവർത്തനം നടത്തുമ്പോൾ അവരെ വണ്ടി അത്രത്തോളം കംപ്ലൈൻ്റ് ആവുന്നുണ്ട്, ഒരുപാട് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും അവർക്ക് പുല്ല് വില കൽപ്പിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ 4 വീലർ ഡ്രൈവിലുള്ള വണ്ടി സ്നോർക്കെല്ലാം വെച്ചിട്ട് വന്ന് റിസ്ക്, ഒരു മിലിറ്ററി പോലെ ഇറങ്ങാത്ത കാര്യങ്ങൾ അവർ ചെയ്തിട്ടാണ് പോകുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ ഓരോ പ്രാവശ്യം കണ്ടതാണ്, ഞങ്ങളെപ്പോലത്തെ പ്രാന്തന്മാർ യൂസ് ചെയ്യുന്ന വണ്ടികൾ. അപ്പോൾ അവർക്ക് നിങ്ങൾ ഫൈൻ അടിക്കാനും അവരെ കുറ്റം പറയാനും അവരെ റോഡിൽ നിന്ന് തടത്തിയിട്ട് അവരെ വണ്ടി എന്താ പറയുക സ്റ്റേഷനിൽ കൊണ്ടുപോകാനൊക്കെ അറിയാം. പക്ഷേ ഇതിനുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തെറ്റാണ് പറയുന്നത്? ഓക്കെ, ഇപ്പം നമ്മൾ പ്രധാനമന്ത്രിയോട് ഒരു റിക്വസ്റ്റ് കൊടുത്തതാണ്, മോഡിഫൈ ചെയ്യുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, അത് ഇളവ് വരുത്തണം. ശരിയാണ്, ഇതിനു മുമ്പ് ബസ് ആക്സിഡൻ്റ് ആയി. ഞാനിപ്പോൾ അത് എല്ലാ കാര്യം പറയാമെന്ന് വെച്ചാൽ ബസ് ആക്സിഡൻ്റ് ആയപ്പം വളരെ വിഡിത്തരമായിട്ടാണ് ഒരു തീരുമാനം എടുത്തത്. ബസ്സിൻ്റെ കളറ് ഇതായതുകൊണ്ട് ആക്സിഡൻറ്റ് സംഭവിച്ചതാണെന്നുള്ളത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. കളറ് കൊണ്ടല്ല ആക്സിഡൻറ്റ് സംഭവിച്ചത് അവിടെ, മനസ്സിലായോ? 2 വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരുത്തൻ്റെ തെറ്റ് കാരണം മതി, പിന്നെ ഒരുത്തൻ്റെ തെറ്റ് വരുന്നത് മറ്റൊന്നും കൂടി അതും കൂടി നോക്കണം. അപ്പോൾ ആരെങ്കിലും ഉറങ്ങിയിട്ടായാലും ചെറിയൊരു മിസ്റ്റേക്ക് മതി റോഡിൽ ആക്സിഡൻറ്റ് നടക്കാൻ. അത് പെയിൻ്റ് ഒരു കാരണമല്ല. അത് അങ്ങനത്തെ ഒരു നീതി വന്നത് നമ്മളെ നാട്ടിലെ RTOൻ്റെ മേലൊക്കെ നമുക്ക് വന്ന ദേഷ്യം ഉണ്ടല്ലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു റൂൾസ് കൊടുക്കുന്നത് വളരെ ബാഡാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അവർ ഇപ്പോൾ ഞാനെല്ലാം 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എത്രയോ IPS ലെവലിൽ അതിനെക്കാട്ടും വലിയ ലെവലിൽ ബുദ്ധിജീവികളാണ് ഇങ്ങനത്തെ ഒരു റൂൾസ് ഇട്ടത്. എന്താ വെച്ചാൽ ബസ് കംപ്ലീറ്റ് വൈറ്റ് ആക്കണമെന്ന്, എന്നിട്ട് ആക്സിഡൻ്റ് ആയിട്ടില്ലേ?
അതും ആക്സിഡൻറ്റും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പോൾ ഇങ്ങനത്തെ റൂൾസുകൾ പുറത്തെടുക്കുമ്പോൾ കുറച്ചൊന്ന് റിസർച്ച് ചെയ്യണം, അതിനുള്ള സാവകാശം കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ആക്സിഡൻറ്റ് വന്നത്. അപ്പം ഇൻസ്പെക്ടർ അതിൽ ചെയ്യുമല്ലോ, ഇത്ര ദൂരം നിന്ന് ബ്രേക്ക് അടിച്ച് ഇത്ര ദൂരം നിന്ന് വണ്ടി പാളി, ഈ ബ്രേക്ക് ഫ്ലൂയിഡ് പോയിട്ടാണ്, ബ്രേക്ക് ഫെയിൽഡ് ആയിട്ടാണ്, ഓരോ ഡ്രൈവർ ഉറങ്ങിയിട്ടാണ്, നിങ്ങളൊക്കെ റീസൺ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നിങ്ങളെ കൊണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ മിസ്റ്റേക്ക് വരുന്നതാക്ക്. മറ്റെന്താ പറയുക, ഡിവൈഡർ ഇല്ലാത്തവർ ഡിവൈഡർ വെക്ക്, സ്പീഡ് ബ്രേക്കർ ഇല്ലാത്തവർ സ്പീഡ് ബ്രേക്കർ വിട്ട്, വളവുള്ളടത്ത് ഡബിൾ സേഫ്റ്റി കൊടുക്ക്, അവിടെ സ്പീഡ് കുറക്കി. ഇപ്പോൾ ഈ വട്ടപ്പാറ വളവിലൊക്കെ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് വരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ആക്സിഡൻറ്റ് ഒഴിവാവാത്തത്? ഞാൻ നമ്മളെ ജനങ്ങളോടും കൂടി ചോദിക്കുകയാണ്, വണ്ടി ഓടിക്കുന്നവരോട് ചോദിക്കും, എന്തുകൊണ്ടാണ് അവിടെ ആക്സിഡൻറ്റ് പോകാത്തത്? എല്ലാവരും ഉറങ്ങുന്നതുകൊണ്ടാണോ? ചില ആൾക്കാർ ഡ്രൈവിങ് സ്കില്ല് വിഡിത്തരം കൊണ്ട് വരലുണ്ട്, ചില ഉറക്ക് വരുന്നുണ്ട്. പക്ഷേ നല്ല ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് എന്തുകൊണ്ടാണ് വരുന്നത്? അവിടെ അതിനുള്ള ടൈമിങ്ങുള്ള സ്പീഡ് ബ്രേക്കറും കാര്യങ്ങളും അതിൻ്റെ സൈൻ ബോർഡുകൾ, അഥവാ വല്ല വണ്ടികൾക്ക് മിസ്റ്റേക്ക് വന്നാൽ തന്നെ അവിടെ കൊക്കയിലേക്ക് പോയിട്ട് മറിയാനുള്ള സന്ദർഭം എന്തിനാണ് സർക്കാർ വെച്ച് കൊടുക്കുന്നത്, ഓരോ ജീവൻ പോകാൻ. അപ്പോൾ അവിടെ എത്രയോ പ്രാവശ്യം ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നല്ല സ്ട്രോങ് ഉള്ള ഫില്ലർ കൊടുത്തിട്ട് അവിടെ ഫില്ലാക്കാൻ നോക്കുക. അവിടെ ഇരുമ്പ് കൊണ്ട് അവിടെ സേഫ്റ്റി ആയിട്ടുള്ള ഫൈബർ കാര്യങ്ങൾ, എന്താ പറയുക, ഈ ടെർമോകോൾ ഇതെല്ലാം വെച്ചിട്ട് ഈ ഗൾഫ് കൺട്രിയിലൊക്കെ ചെയ്യുന്ന സേഫ്റ്റി മായിൽ ആ ഒരു വളവിൽ നിങ്ങളെ വണ്ടി അങ്ങോട്ട് മറിഞ്ഞ് മൊത്തം ചാടുകളും കാത്തിക്കാതെ ആ റോഡ് ബെൻഡ് വരുന്നിടത്ത് ആ താഴത്തു നിന്ന് കോറിയിൽ നിന്ന് കൊക്കയിൽ നിന്ന് മേലിട്ട് ഫില്ലർ വാർത്തിട്ട് സർക്കാർ കൊണ്ടുവരണം. ഇത്രയും ആൾക്കാർ ജീവൻ പോകുന്നതിനെക്കാട്ടും നല്ലത് അവരെ ജീവൻ നിലനിർത്തിയാലല്ലേ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. അവർ മരിച്ചിട്ടും ചത്തുപോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അതിലും ലാഭം എടുക്കുന്നവരുണ്ടല്ലോ അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ വളവ് ശരിക്ക് ഹൈറ്റിൽ ഫില്ലർ കൊണ്ട് നല്ല ഇരുമ്പ് കൊണ്ട് സ്ട്രോങ് ആക്കിയിട്ട് ബെൻഡിൽ മൊത്തം റൗണ്ട് കൊടുന്നിട്ട് അതിൽ സൈൻ ബോർഡ് വെക്കണം. അല്ലാതെ ഫ്ലെക്സ് അല്ല കൊടുക്കേണ്ടത്, അവിടെയും പിടി ആൾക്കാരെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഫ്ലെക്സ് അല്ല കൊടുക്കേണ്ടത്, ജ്വല്ലറികളെ ഫ്ലെക്സ്, ഈ ഭരിക്കുന്നവരെ ഫ്ലെക്സ് അല്ല കൊടുക്കേണ്ടത്. അവിടെ കൊടുക്കേണ്ടത് അപകട മേഖലയാണ്, ഡേഞ്ചർ ബോർഡും സ്പീഡ് കുറച്ച് വരേണ്ടതാണ്. മുമ്പെന്നേ അലേർട്ട് കൊടുക്കണം, അലാറം കൊടുക്കണം. അലേർട്ട് കൊടുത്തിട്ട് ആ ബോർഡിൽ നിങ്ങൾ ഇരുമ്പ് കൊണ്ട് ബാക്കിൽ നിന്ന് സപ്പോർട്ട് ഫുൾ, എത്ര വലിയ വണ്ടി വന്നാലും അതിനെ പിടിച്ച് നിർത്താനുള്ള സ്ട്രോങ്ങിൽ അതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടുവരണം. കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് ഏജ് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കൊണ്ട് ഫില്ലാക്കണം, വാട്ടർ പ്ലാസ്റ്റിക് കൊണ്ട്, വെള്ളം നിറച്ച ക്യാൻ കൊണ്ട് ഫില്ലാക്കണം. അതിൻ്റെ ഇപ്പോഴത്തെ ഫസ്റ്റത്തെ പൊസിഷൻ ടെർമോകോൾ കൊണ്ട് ഫില്ലാക്കണം. എന്ന് വെച്ചാൽ ഒരു വണ്ടീൻ്റെ മുമ്പിലെ ഹെയർ ബാഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതുപോലെ അവിടെ സേഫ്റ്റി ചെയ്തിട്ട് കൊണ്ടുവരണം. എന്നാൽ ഈ ജനങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല. വണ്ടിയാണ് ചിലപ്പോൾ മിസ്റ്റേക്ക് വന്നു പോയാൽ തന്നെ അതിൽ പോയിട്ട് ഹോൾഡായിട്ട് നിൽക്കും, വലിയൊരു ദുരിതത്തിലേക്ക് പോകില്ല. താഴത്ത് പോയിട്ട് മറിയുന്നതുകൊണ്ടാണ് വണ്ടി ആൾക്കാർ മരിച്ചു പോകുന്നത്, വണ്ടി കത്തി പോകുന്നത്, സ്ഫോടനമായി സംഭവിക്കുന്നതൊക്കെ, വണ്ടി റിക്കവർ ചെയ്യാൻ പറ്റാത്തതെല്ലാം, അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നത്, ഒരുപാട് നഷ്ടങ്ങൾ വരുന്നത്, ഒരുപാട് എന്താ പറയുക, ലോറി ഡ്രൈവർമാർക്കും വല്ല മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ബ്രേക്ക് ഫെയിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും വിദേശത്തൊക്കെ നിങ്ങൾ കണ്ടുക്കണമെന്നറിയില്ല. ഞാനിപ്പോൾ 10-20 വർഷമായിട്ട് വിദേശത്ത് തന്നെയാണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ GCCയിലാണ്, ഖത്തർ, UAE, ഇപ്പോൾ UAEയിലുള്ളത്. ഇവിടെയൊക്കെ മെയിനായിട്ടുള്ള ഹൈവേകളിൽ, മെയിൻ റോഡുകളിൽ, വലിയ വലിയ വണ്ടികൾ യാത്ര ചെയ്യുന്ന റോട്ടിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ട്. ഏതെങ്കിലും വലിയ വണ്ടികൾ ബ്രേക്ക് ഫെയിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ട്രാക്ക് വേറെ വെച്ചിരിക്കുന്നു, മണ്ണിൽ ഒരു സേഫ്റ്റി. അതായത് കണ്ടവർക്ക് അറിയാം, ഡ്രൈവർമാർക്ക് അറിയാം, പ്രത്യേകിച്ച് വണ്ടിപ്രാന്തന്മാർക്ക് അറിയും, അവർക്ക് റോഡിനെ പറ്റി അറിയുന്നതോടെ പറയുന്നത്. ഹൈവേയിൽ കുറച്ച് ഭാഗങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടി മാറ്റി വെക്കണം, ലെഫ്റ്റും റൈറ്റും. അതിൻ്റെ സൈൻ ബോർഡും വെക്കണം. ഹൈവേ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൽ സേഫ്റ്റി ആയിട്ടുള്ള ഓരോ ബോർഡുകൾ വേണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിൽ ഇതുപോലെ അതിൻ്റെതായിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിട്ട് വലിയ വണ്ടികൾക്ക് ബ്രേക്ക് ഫെയിലായിട്ടുണ്ടെങ്കിൽ അതിന് എന്താ പറയുക, ഫോളോ അപ്പ് ചെയ്യാനുള്ള പോലീസ് വണ്ടികൾ ഹൈവേയിൽ അത് നിർത്താനുള്ള സൗകര്യങ്ങളും വേണം. എന്ന് വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് നേരെ അവരെ ഗൈഡ് ചെയ്ത് ഈ ഒരു മേഖലയിലേക്ക് അവരെ വണ്ടി കടത്തി വിട്ടിട്ട് അവർക്ക് വണ്ടി നിർത്താൻ പറ്റും. എന്താ വെച്ചാൽ ആ മേഖലയിലേക്ക് അവർ വണ്ടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ആ മണ്ണിലിരിക്കും, ഒരിക്കലും ഒരു അപകടം സംഭവിക്കില്ല, വണ്ടി ഫോൾഡ് ആവില്ല, മറിഞ്ഞു പോവില്ല. ഇനിയിപ്പോൾ ഒരു ലിക്വിഡാണോ, ഫ്യൂളിൻ്റെ വണ്ടിയാണ്, ഏത് വണ്ടിയാലും ഒരു സ്ഫോടനത്തിലേക്കും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വണ്ടിയാണ്, ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് ഒരിക്കലും ആ നാടോ നാട്ടുകാരോ ജനങ്ങളോ
ഒരു റോഡിൽ ട്രാഫിക്കോ ഉണ്ടാവില്ല. ഇത് ഞാൻ പറയുന്നത് ശരിക്ക് എന്താ പറയുക, GCCയിലും യൂറോപ്പിലൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനാണ് പറയാം. അപ്പോൾ നിങ്ങൾ പറയും നമ്മളെ നാട്ടിൽ ഇതൊന്നും നടപ്പിലാവില്ല. ഇതെല്ലാം നടപ്പിലാവും. ഇത്രയും വലിയ ഹൈവേ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വലിയ 2-3 വണ്ടിക്ക് ശരിക്ക് കയറാനുള്ള ഒരു എമർജൻസി എക്സിറ്റ് എന്തായാലും ചെയ്യാൻ പറ്റും. ഹൈവേന്ന് 2 വണ്ടി ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റേതായിട്ടുള്ള സ്ലോപ്പ് ഇറക്കിയിട്ട് അവിടെ മണ്ണിട്ടിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇരുന്ന് പോകണം. വണ്ടി ഒരിക്കലും റോൾ ചെയ്യാൻ പാടില്ല. അങ്ങനത്തേതാണ് സേഫ്റ്റി. ഇത് ചില എയർപോർട്ടിലൊക്കെ ഉണ്ടാവും, ഫ്ലൈറ്റിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് റൺവേ അല്ലാതെ മണ്ണ്, അതുപോലെ അത് പറയുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും. ഈ ഭരിക്കുന്നവർക്കും അറിയും ഞാൻ പറയുന്ന കാര്യം എന്താണെന്നുള്ളത്. ആ ഒരു ഫീച്ചർ ഹൈവേയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ ഇപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് സേഫ്റ്റീൻ്റെ ഓരോ കാര്യങ്ങളാണ്, പോലീസ് ജീപ്പിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞത് മോഡിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ. ഞാനൊരു മുയ്ത്ത വണ്ടിപ്പിരാന്താണ്, ഞാൻ പറഞ്ഞില്ലേ, റൈസിങ് കാര്യങ്ങളും ഇതെല്ലാം എൻ്റെ പ്രൊഫഷണൽ അതാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ ഓരോ വണ്ടിപ്പിരാന്തന്മാരുടെ കാര്യങ്ങൾ അറിയും. എന്നെപ്പോലെ ഒരുപാട് കഴിവുള്ളവരുണ്ടാവും, പുറത്ത് നാടറിയാത്തവർ, ജനങ്ങളറിയാത്തവർ, നമ്മളെ രാജ്യത്തിന് വേണ്ടി മെഡൽ കൊണ്ടുവരേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവരൊന്നും അതിൻ്റേതായിട്ടുള്ള മേഖലയിൽ എത്താത്തത് കൊണ്ടും എന്താ പറയുക, അവർക്ക് സ്പോൺസർ ഇല്ലാത്തത് കൊണ്ടും അവർ സ്പോർട്സ് സ്പിരിറ്റ് അങ്ങനെ നമ്മളെ നാട്ടിൽ അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനെല്ലാം വെച്ചാൽ ഇപ്പോഴും ഞാൻ ഡ്രൈവർ ഫീൽഡ് നിൽക്കുന്നത്. എൻ്റെ കഴിവുകളെല്ലാം അടക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഫീൽഡിൽ നിൽക്കുന്ന കാരണം എന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു ചാമ്പ്യൻ ആവണം എന്നുള്ള ഒരു ഫീൽഡാണ്. അത് പല മേഖലകളുണ്ട്, ഓഫ് റോഡ് മേഖലകളുണ്ട്, ഇതേമാതിരി വേൾഡ് ചാമ്പ്യൻ്റെ കാറ്റഗറി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരും പോലും അറിയില്ല എൻ്റെ കഴിവ് എന്താണെന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ട് എൻ്റെ ഉള്ളിലുള്ള കഴിവുകളാണിത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് പറയുന്നത് വണ്ടിപ്രാന്തന്മാരുടെ കാര്യങ്ങൾ എനിക്ക് 100% അറിയാം. ഈ വണ്ടിപ്രാന്തുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വേൾഡിലെ സ്പോർട്സ് വണ്ടി മുതൽ വേൾഡിലെ ഒരുവിധം വണ്ടി ഞാൻ യൂസ് ചെയ്തതാണ്. അത് ഒരു ദിവസം 2 ദിവസമല്ല, മാസങ്ങൾ കൊല്ലങ്ങൾ യൂസ് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് വണ്ടി മോഡിഫൈ ചെയ്യുന്നത് തെറ്റല്ല. അപ്പം ഭരിക്കുന്ന ഓരോ മന്ത്രിമാർ പറയും മാനുഫാക്ചറിങ് വണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ പവർ ഇങ്ങനെ പവർ അത് ഇത് എന്നൊക്കെ പറയും. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ നിയമം വെച്ചിട്ട് പുറത്ത് വിദേശത്ത് വണ്ടി ഇറക്കുന്ന ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ വണ്ടി ഇറക്കുന്നത്, അതും കൂടി ഒന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിൽ വണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി മാത്രമല്ല കൊടുക്കുന്നത്, തേർഡ് അതിൻ്റെ ഇപ്പുറത്ത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ നമ്പറിലും ഓരോ വണ്ടീൻ്റെ ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഈ വണ്ടി എടുക്കുമ്പോൾ ഫുൾ ഓപ്ഷനുള്ള വണ്ടിയിൽ ഉള്ള സൗകര്യങ്ങൾ ചെറിയ വണ്ടിയിൽ ഇതാക്കാൻ വേണ്ടി മോഡിഫൈ ചെയ്യേണ്ടി വരും. പറയുന്നത് മനസ്സിലാണെന്ന് വിചാരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹോണ്ടൈൻ്റെ വണ്ടി എടുക്കുന്നത് വെച്ചാൽ ഒരു മാഗ്ന ഹോണ്ടൈൻ്റെ ചെറിയൊരു ഇയോൺ എടുക്കുകയാണ്. അതിൽ ഇയോൺ സ്പോർട്സ് ഉണ്ട്, എന്താ പറയുക, ഇറ പ്ലസ് ഉണ്ട്, ഇറ ഉണ്ട്, മാഗ്ന ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ കാറ്റഗറി ഓരോ വണ്ടിക്കുണ്ടല്ലോ. ഇപ്പോൾ ഇന്നോവയിലായാലും ഓരോ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ ഫുൾ ഓപ്ഷൻ വണ്ടി മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ സൗകര്യങ്ങളും അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലില്ലാത്ത കാര്യങ്ങളാണ് മോഡിഫൈ ചെയ്തിട്ട് വരുന്നത്. അത് വണ്ടിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറമേ ഉള്ള കാര്യങ്ങൾ ഇനി അതിനെപ്പറ്റി പറയാം. അതാണിപ്പം MPDയും കാര്യങ്ങൾ ഫൈൻ അടിക്കുന്നത്, വലിയ സൗണ്ടുകൾ, ടയർ അപ്പുറത്തും ഇപ്പുറത്തും ബൾജായിട്ടുള്ള ടയറുകൾ, പുറത്ത് ചാടിയിട്ടുള്ള ടയറുകൾ, കാര്യങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്യുന്ന ഭ്രാന്തന്മാരോട് കൂടിയിട്ടാണ് പറയുന്നത്. സർക്കാരിൻ്റെ അടുത്തു നിന്ന് ഒരു ഫൈനും കാര്യങ്ങളും കിട്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വണ്ടി മോഡിഫൈ ചെയ്തോളി. നിങ്ങൾ ടാക്സ് അടച്ചിട്ടാണ്, ശരിയാണ്, നമ്മുടെ നാട്ടിലെ റൂൾസിനനുസരിച്ച് പോകും. പക്ഷേ ഇപ്പോൾ നമ്മളെ എന്താ പറയുക, നമ്മളിപ്പം ഭരിക്കുന്ന VD സതീശൻ സാർ ഓരോ വാഗ്ദാനങ്ങൾ തന്നിക്കണം. ഇൻഷാ അല്ലാഹ് അത് നടപ്പിലാക്കുമെന്ന് വിചാരിക്കാം. പക്ഷേ അമിതമായിട്ടുള്ളൊരു കാര്യങ്ങൾക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് യൂസ് ചെയ്യുന്നവർക്ക് അമിതമായിട്ടുള്ള സൈലൻസർ സൗണ്ടുകൾ, അതിനൊരിക്കലും പെർമിഷൻ കിട്ടുമെന്ന് വിചാരിക്കേണ്ട. പിന്നെ രണ്ടാമത്തത്, ഒന്ന് സൈലൻസർ, അത് കാറിലും ഉൾപ്പെടും. കാറിൽ തീ കത്തിച്ചിട്ട് പോകുന്ന സൈലൻസർ അലോട്ട് ഒരിക്കലും കിട്ടില്ല, അത് പ്രതീക്ഷിക്കേണ്ട. പിന്നെ ബൈക്കിൽ സൈലൻസർ അതൊരിക്കലും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ബ്രാൻഡഡ് മേടിക്കുമോ കുഴപ്പമില്ല, പക്ഷേ ആ ഒരു മാനുഫാക്ചർ ചെയ്ത ബൈക്കിൻ്റെ
അതേ ഒരു കാറ്റഗറിയിൽ വരുന്ന സൗണ്ടേ പറ്റുള്ളൂ. പക്ഷേ സാധനം ക്വാളിറ്റി ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ പിന്നെ പെയിൻറ്റിലൊരു ഇഷ്യൂ ഒരിക്കലും അന്നും വരുന്നില്ല, ഇന്നും വരുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കാറിൽ വരുന്ന കാറ്റഗറികൾ, ടയർ ഓവർ സൈസ് ടയറുകൾ, നമ്മളെ വണ്ടീൻ്റെ ബോഡീൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ടയറുകൾ, അത് ഒരിക്കലും നമുക്ക് ബെനിഫിറ്റ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു റേസിംഗ് അറിയപ്പെടാത്തൊരു ചാമ്പ്യനാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു സേഫ്റ്റി ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ വണ്ടി ഓടിക്കുന്നത്, അതുപോലെ റേസിംഗ് ട്രാക്കിലോ വല്ല എന്താ പറയുക ഓഫ് റോഡിങ് ട്രാക്കിലാണെങ്കിലും കുഴപ്പമില്ല. നാട്ടിൽ പബ്ലിക്കിൻ്റെ ഏരിയയിൽ വണ്ടി ഓടിക്കണമെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല. ഒന്നാമത് കേരളം മഴയും കാര്യങ്ങളും പെയ്തിന് ചളി തെറിക്കും. അപ്പോൾ ബാക്കിൽ വരുന്ന വണ്ടി നമ്മളെ വണ്ടിയെ നാറും, ടയറിന്ന് ചളി അടിച്ച് നമ്മളെ വണ്ടി കംപ്ലീറ്റ് ബോഡി പെയിൻറ്റും കേടുവരും, നമ്മളെ വണ്ടി നാറും. ബാക്കിൽ വരുന്ന ബൈക്കുകാർക്കും ഏത് വണ്ടിക്കാർക്കും ചളി പോയിട്ട് അടിക്കുകയും ചെയ്യും. അതൊന്ന്. പിന്നെ വണ്ടീൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കുള്ള ആക്സിൽ ഡിഫ്രഷനില്ലേ, അതിന് സ്ട്രെങ്ത് നഷ്ടപ്പെടും. അതിനുള്ള പവർ ഒരിക്കലും കിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർ വെയ്റ്റ് ഓവർ ലോഡുള്ള ടയർ കയറ്റുമ്പോൾ അതിനുള്ള സ്റ്റാമിനയും കൂടി ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ചെയ്യണം, മൊത്തം മാറ്റേണ്ടി വരും. അടിയിലുള്ള ഹൗസിങ് കംപ്ലീറ്റ് മാറ്റേണ്ടി വരും. അത് മാറ്റിയാലേ ഈ വീൽ സ്ട്രോങ് ആവുള്ളൂ. അപ്പോഴും നിങ്ങൾ മറുകാടിൻ്റെ അപ്പുറത്തേക്ക് ടയർ ഇടണമെങ്കിൽ നിങ്ങൾ ആ മറുകാട് വലുതാക്കേണ്ടി വരും. ആ മറുകാട് വലുതാക്കി ഓഫ് റോഡ് കാറ്റഗറിയിലേക്ക് മറുകാട് കൊണ്ടുവരേണ്ടി വരും. എന്നാൽ മാത്രം നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടയർ ഇടാൻ പറ്റുള്ളൂ. ഇല്ല, നിങ്ങൾ ആ വണ്ടിക്ക് സൗമ്യമായി കറക്റ്റ് മറുകാടിൻ്റെ സൈസ് വരുന്ന ടയർ ഇടണമെങ്കിൽ ടയർ നിങ്ങൾ അതിനുള്ള ബെൽത്തുള്ള ടയർ ഇട്ടോളി, ഹൈറ്റുള്ള ടയർ ഇട്ടോളി. നിങ്ങളെ സേഫ്റ്റിക്കും വണ്ടി സൈഡ് കട്ടിങ് ചെയ്യുമ്പോഴും നല്ല എന്താ പറയുക കുഴിയും കൊണ്ടുള്ള റോഡിൽ പോകുമ്പോഴും നിങ്ങളെ വണ്ടികളുടെ സേഫ്റ്റിയും ടയർ പൊട്ടായിരിക്കാൻ വേണ്ടി നല്ല ടയർ ഇട്ടോളി, കുഴപ്പമില്ല. അത് ടയർ ഓരോ ആഴ്ചയും ചെക്ക് ചെയ്യുക, അതിനുള്ള മെയിൻ്റനൻസും കാര്യങ്ങളും അലൈൻമെൻറ്റൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊണ്ടെടുക്കുക, പുകകളൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊണ്ടെടുക്കുക. ഇപ്പോൾ ഒരുപാട് ലിക്വിഡും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ ഒരുപാട് നല്ല നല്ല സർവീസുകൾ കിട്ടുന്നുണ്ട്. വണ്ടി എന്താ പറയുക 99% ഇപ്പോഴത്തെ ജനറേഷൻ മാത്രമല്ല, പണ്ട് മുതലേ, ഇപ്പോൾ എൻ്റെ ജനറേഷനായിട്ട് പണ്ട് മുതലേ വണ്ടിപ്രാന്തന്മാരാണ്. ഈ ഭരിക്കുന്നവരായാലും ശരി, മന്ത്രിമാർ, എല്ലാവരുടെ വീട്ടിലും വണ്ടിപ്രാന്തന്മാരുണ്ടാവും, മനസ്സിലായോ? അവരും വണ്ടിപ്രാന്തന്മാരാണ്. അപ്പം ഒന്നും പബ്ലിക്കിന് ഒരു ഇഷ്യൂ വരാൻ പാടില്ല. അതിനാണ് പറയുന്നത്, നിങ്ങൾ മോഡിഫൈ ചെയ്തോളി, പക്ഷെ ഒരിക്കലും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഒന്ന്, ഹറാസ്മെൻ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ആദ്യം സൈലൻസർ, പ്രത്യേകിച്ച് ബൈക്കിൽ ഭ്രാന്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ സൈലൻസർ അമിതമായിട്ടുള്ള സൗണ്ട് ഒരിക്കലും അംഗീകരിക്കില്ല. അത് ഒരു പബ്ലിക്കും അംഗീകരിക്കില്ല. നിങ്ങളെ വണ്ടീൻ്റെ സൗണ്ട് നിങ്ങളെ വീട്ടിലുള്ള വ്യക്തിക്ക് പോലും ഇഷ്ടമുണ്ടാവില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വില കൂടിയ സൈലൻസർ വെച്ചോളിയും, അത് നിങ്ങൾ ടാക്സ് കൊടുത്തിട്ട് മേടിക്കുന്നത്. പക്ഷെ അതിൽ അമിതമായിട്ടുള്ള സൗണ്ട് കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്കും ദോഷം ചെയ്യും, നിങ്ങളെ തലക്കും തലച്ചോറ്റിനും നിങ്ങളെ ചെവിക്കും പ്രശ്നം വരും, നാട്ടുകാർക്കും പ്രശ്നം വരും. ഒരു ആംബുലൻസ് പോകണമെങ്കിൽ ഒരു പേഷ്യൻറ്റിനെല്ലാം ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് അത് തീരെ സമ്മതിക്കാത്തത്. ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ടയറിൻ്റെ കാര്യം, നല്ല ടയറുകൾ മേടിച്ചിടുക. ടയർ ഉൽപ്പാദിച്ച വർഷം ഏതാണെന്ന് നോക്കുക. നിങ്ങളെ വണ്ടിക്ക് അനുയോജ്യമായിട്ടുള്ള ടയർ ഇടുക. നിങ്ങൾ കുറച്ച് വലിയ ടയർ ഇട്ടോ, പക്ഷേ അത് മറുകാടിൻ്റെ ഉള്ളിൽ വരണം. നിങ്ങൾ എക്സ്ട്രാ ഹബ്ബ് ഇട്ടുകാണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വണ്ടി ആൾട്രേഷൻ ചെയ്യുന്ന ഒരാളാണ്, ഭ്രാന്തനാണ്. പക്ഷേ എക്സ്ട്രാ ഹബ്ബ് ഇട്ട് കഴിഞ്ഞാൽ GCCയിൽ ഇപ്പോൾ ഞാനെല്ലാം ഓഫ് റോഡ് ചെയ്യുന്ന ഭ്രാന്ത് കളിക്കുന്ന അതുപോലെയല്ല കേരളത്തിലെ റോഡിൽ കളിക്കുന്നത്. അവിടെ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റോഡിൽ കുണ്ടും കുഴി ഉണ്ടാകുമ്പോൾ ഈ ഹബ്ബ് പൊട്ടും. ഈ ഹബ്ബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹബ്ബിൽ നിന്ന് 5 സ്ക്രൂ, 6 സ്ക്രൂ, 8 സ്ക്രൂ, 12 സ്ക്രൂ, ഓരോ വണ്ടീൻ്റെ വീലിനനുസരിച്ച് സ്ക്രൂ നെട്ടുകൾ മാറ്റങ്ങളുണ്ടാവും. എല്ലാ വണ്ടിക്കും ഒരേ വീൽ നെട്ടല്ല. അപ്പോൾ ചിലതിന് 3 ഉണ്ടാവും, 3 വീൽ വണ്ടിയാണെങ്കിൽ 4 ഉണ്ടാവും, 5 ഉണ്ട്, 6, അങ്ങനെ ഓരോ വണ്ടിക്കും വ്യത്യസ്തമായിട്ട് വീൽ നെട്ടാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഹബ്ബ് കൊടുക്കുമ്പോൾ ഈ ഹബ്ബിൻ്റെ ഇപ്പുറത്തേക്കാണ് വീല് വരുന്നത്. അപ്പോൾ ഒറിജിനൽ വീല് ഇവിടെ കിടക്കുന്നത്, ഹബ്ബ് രണ്ടിൻ്റെ ഇടയിൽ, ഇതിൻ്റെ ഇപ്പുറത്തേക്കാണ് ടയർ വരുന്നത്. അപ്പം ഈ കുണ്ടും കുഴിയിലും ഈ ഹബ്ബ് പോയിട്ട് ചാടുമ്പോൾ ഈ ഹബ്ബ് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കൽ? നിങ്ങൾ എത്ര സ്പീഡിലാണുള്ളത് ആ വണ്ടി മറിഞ്ഞു പോവും, മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കും, മനസ്സിലായോ? ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കും, ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല ടയർ ഇടണമെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ ആ വണ്ടിയിലുള്ള വീൽ യൂസ് ചെയ്യും. നിങ്ങളുമാണെങ്കിൽ റിമ്മ് മാറ്റിയിട്ട്
അലൈവിലിട്ടോളി. പക്ഷെ അലൈവിലിടുമ്പോൾ നിങ്ങൾ ക്വാളിറ്റിയുള്ള അലൈവിലിട്, അല്ലാതെ കുണ്ടിൽ ചാടിയിട്ട് അവിടെ നിന്നും വണ്ടി മറിയുന്ന രീതിയിൽ ചെയ്യരുത്. ഏറ്റവും നിങ്ങൾക്ക് സേഫ്റ്റി കമ്പനി കൊടുക്കുന്ന, ഞാൻ പറയുന്നല്ലോ വണ്ടീൻ്റെ ഓരോ മേഖല അറിയുന്നതുകൊണ്ട് പറയുന്നതാണ്. അത്രയും വണ്ടികൾ എൻ്റെ ലൈഫ് മൊത്തം വണ്ടിയാണ്. ഞാനൊരു വണ്ടി ഒരു വരവ് എത്തിയിട്ടില്ല. നാട്ടിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ഇതുവരെ വണ്ടി കൊണ്ടില്ല. ഞാൻ മറ്റുള്ളവർക്ക് വണ്ടി പഠിപ്പിച്ചു കൊടുക്കൽ വണ്ടി എങ്ങനെ തട്ടാതെ മുട്ടാതെ ഓടിക്കുക, അങ്ങനെയാണ് ഞാൻ ടീച്ച് ചെയ്ത് കൊടുക്കൽ. അല്ലാതെ വണ്ടി മറിഞ്ഞിട്ടും വണ്ടി ഇടിച്ചിട്ടും പഠിക്കാമെന്നല്ല ഞാൻ പഠിപ്പിച്ചു കൊടുക്കൽ. എങ്ങനെ വണ്ടി തട്ടാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റും, ഒരു പബ്ലിക്കിന് കുഴപ്പമില്ലാതെ എങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും, ഒരു ടൗണിൽ പാലിക്കേണ്ട നിയമങ്ങൾ, ഹോസ്പിറ്റലിൻ്റെ ഏരിയയിൽ പാലിക്കേണ്ട നിയമങ്ങൾ, ഇടവഴിക്ക് കണ്ണിൽ എന്താ പറയുക, ഈ നമ്മൾ കാഴ്ചയില്ലാത്ത മേഖലയിൽ പാലിക്കേണ്ട ഡ്രൈവിങ്, ഇതൊക്കെയാണ് ഞാൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ. അപ്പോൾ അതുകൊണ്ട് വണ്ടി തട്ടിയിട്ട് മുട്ടിയിട്ട് മറിച്ചിട്ടിട്ടല്ല വണ്ടി അനുഭവിക്കേണ്ടത്, അനുഭവം പഠിക്കേണ്ടത്. നമ്മളത് സംഭവിക്കാതെ നമ്മൾ സേഫ്റ്റിയിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യാം, അങ്ങനെയാണ് പഠിക്കുന്നത്. അതാണ് ഓരോ ഡ്രൈവിംഗ് സ്കൂളിലും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും ലൈസൻസ് എടുത്ത് കൊടുത്തിട്ട് അവനെ തട്ടിയിട്ട് മുട്ടിയിട്ട് എങ്ങനെ അനുഭവം കൊണ്ട് പഠിക്കട്ടെ, അങ്ങനെയല്ല. ഓരോ പഠിപ്പിക്കുന്ന മാഷന്മാരും ചെയ്യേണ്ടത് ആദ്യം ആ വണ്ടീൻ്റെ പവർ, നിങ്ങൾ ഓടിക്കുന്ന വണ്ടീൻ്റെ പവർ, ആ വണ്ടീനെ പറ്റി അതിനെപ്പറ്റി കുറച്ചൊരു നോളേജ് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ കുറച്ച് ഒരു വണ്ടീൻ്റെ ഇഞ്ചിനും അസ്ഥിക്കൂടും വെച്ചിട്ട് ഒരു തീരെ ഒരു എന്താ പറയുക എഡ്യൂക്കേഷൻ വിട്, കുറച്ചൊരു വണ്ടീനെ പറ്റി കുറച്ചെങ്കിലും ഒരു നോളേജ് വേണം. അല്ലാതെ ജസ്റ്റ് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നിട്ടൊന്നും കാര്യമില്ല. ഒരു വരുമാനമുള്ള രീതിയിലല്ല, വണ്ടിയെ പറ്റി അറിയുന്ന വണ്ടിപ്രാന്തനമാണ് വണ്ടി പഠിപ്പിക്കാൻ ഏൽപ്പിക്കേണ്ടത്. അപ്പോഴേ വണ്ടി പഠിക്കുന്നവനിക്ക് വണ്ടിൻ്റെ പവർ കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. അല്ലാതെ വെറുതെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക പ്രായത്തിൻ്റെ ഇതിലും എക്സ്പീരിയൻസിൻ്റെ ഇതിലും വെച്ചിട്ടൊന്നും വണ്ടി പഠിപ്പിക്കാൻ ഓരോ ഡ്രൈവിംഗ് സ്കൂളിലും ഓരോ ഡ്രൈവിംഗ് ടെസ്റ്റിലും നിർത്തിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ MBD ആയാലും ശരി, അത് വണ്ടീനെ പറ്റി അറിയണം. വണ്ടീനെ പറ്റി അറിഞ്ഞാൽ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വണ്ടി പഠിക്കുന്നവനിക്ക് അറിയുള്ളൂ. നാളെ റോഡിൽ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ക്രാഷ് ഡ്രൈവ് ചെയ്യണം, സ്റ്റേഡിയത്തിൽ ചെയ്യും, അല്ലെങ്കിൽ വല്ല റേസിംഗ് ട്രാക്കിൽ പോയി ചെയ്യും, പബ്ലിക് ഏരിയയിൽ പോയി ചെയ്യില്ല, മറ്റുള്ളവരും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ വണ്ടി ആൾട്രേഷൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി വീലിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓണ്, സൈലൻസർ, സ്റ്റിക്കർ പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റിക്കർ ഗ്ലാസ്സിൽ ചെയ്യുമ്പോൾ ലൈറ്റ് സ്റ്റിക്കർ 50 ഉണ്ടെങ്കിൽ 30 ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് ചൂട് ഒന്ന് കൺട്രോൾ ചെയ്യാൻ മാറ്റും. ഓവർ ഡബിളിൽ ഫുൾ ബ്ലാക്കിൽ ഒരിക്കലും ചെയ്യരുത്. അത് ഇനിയിപ്പം മന്ത്രിമാരാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഡോക്ടർമാരാരായാലും ഒരിക്കലും ഫുൾ ബ്ലാക്ക് സ്റ്റിക്കർ ചെയ്യരുത്. അത് നിങ്ങളെ ജീവനും അപകടത്തിലാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്ലാസ് ബ്രോക്ക് ചെയ്യാൻ പറ്റില്ല. നാളെ എന്തെങ്കിലും ഒന്നും സംഭവിക്കാതിരിക്കരുത്. വണ്ടികൾ എന്തെങ്കിലും ഫോൾഡ് ആവുക അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഡോറ് വർക്ക് ചെയ്യില്ല. 100% ഡോറ് എത്ര വലിയ ലക്ഷറി കാറായാലും ലോക്കൽ കാറായാലും ഡോർ ലോക്കാവും, തുറക്കാൻ പറ്റില്ല. അപ്പം ആ ടൈമിൽ അതിലുള്ള ആൾക്കാർ പാനിക്കായിട്ട് ബേജാറായിട്ട്, എല്ലാവർക്കും അറിയാം ഹെഡ് റെസ്റ്റ് എടുത്തിട്ട് ഗ്ലാസ് പൊട്ടിക്കാനും ചവിട്ടിയാൽ ഫ്രണ്ട് ഗ്ലാസ് പോകുന്നു എല്ലാം അറിയാം. അന്നേരത്ത് ആരും മൈൻഡ് വർക്ക് ചെയ്യില്ല. ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ചില വണ്ടിയിലൊക്കെ സീറ്റ് ബെൽറ്റ് ഒന്നും ഊരാൻ പറ്റാതെ കത്തി കരിക്കട്ടായി പോകുന്നത്. നമ്മളെ കേരളത്തിൻ്റെ റോട്ടിൽ എത്രയോ ആക്സിഡൻറ്റ് നടന്നുകയാണ്. എന്തുകൊണ്ട് ഇതൊക്കെ നടന്നത്? വിവരമില്ലാണ്ടാണോ? വിവരം കൂടിയിട്ടാണ് ഇതൊക്കെ വണ്ടിയിൽ നമ്മൾ ചെയ്യേണ്ട സേഫ്റ്റി ഫീച്ചർ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. കറക്റ്റായിട്ടുള്ള വണ്ടി പ്രോപ്പർ ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ്, കറക്റ്റ് മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഫയർ സിലിണ്ടറും കാര്യങ്ങളും വണ്ടിയിൽ വെക്കൂല, വണ്ടീൻ്റെ ടൂൾസ് തന്നെ ഉണ്ടാവില്ല, മര്യാദ സ്റ്റെപ്പിന് തന്നെ ഉണ്ടാവില്ല, പിന്നല്ലേ വണ്ടിയിൽ ഫയർ സിലിണ്ടർ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തെറ്റുകൊണ്ട് വരുന്നതാണ്. അല്ലാതെ സർക്കാരിനെ, MBDനെ അല്ലെങ്കിൽ പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട സേഫ്റ്റി അത് നമ്മൾ തന്നെ എടുക്കണം. എന്നിട്ട് മറ്റുള്ളവരെ ഭരിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. റോഡിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ റോഡ് നന്നാക്കിയവൻ്റെ കുറ്റം. ഏതെങ്കിലും റോഡ് നല്ലൊരു ഹൈവേ, നല്ലൊരു പെർഫെക്റ്റ് ഹൈവേ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ഹൈവേ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇവരൊന്നും വിദേശത്ത് പോയിട്ട് വണ്ടി ഓടിക്കുന്നില്ലേ? യൂറോപ്പിൽ വണ്ടി ഓടിക്കുന്നില്ലേ? അമേരിക്കയിൽ വണ്ടി ഓടിക്കുന്നില്ലേ? ആഫ്രിക്കയിൽ വണ്ടി ഓടിക്കുന്നില്ലേ? എന്താ പറയുക, മറ്റേ നമ്മൾ ഒരുപാട് ഡ്രൈവർമാരുണ്ടല്ലോ ഇവിടെ, എന്താ പറയുക, നല്ല തണുപ്പുള്ള രാജ്യങ്ങളിലും കന്നഡയിലും ഇവരെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. GCCയിൽ ഒരുപാട് ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലോ. അവിടുത്തെ നിയമങ്ങൾ പാലിക്കുന്നില്ലേ? വണ്ടി ആക്സിഡൻ്റ് ആയാലും ഒതുക്കാൻ അറിയുന്നില്ലേ? വണ്ടിയിൽ നിന്ന് എങ്ങനെ കഴിച്ചിലാവുമെന്ന് അറിയുന്നില്ലേ? അതിനെപ്പറ്റി
ഓരോ എന്താ പറയുക, മഴ വരുന്ന ടൈമിലും മഞ്ഞ് വരുന്ന ടൈമിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ഓരോ ക്യാമ്പയിൻ നടത്തുന്നുണ്ടല്ലോ. അതുപോലെ നമ്മളെ നാട്ടിലും കൊണ്ടുവരണം, ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം. നമ്മുടെ നാട്ടിൽ വരുമാനമുണ്ട്, പബ്ലിക് അതിനാണല്ലോ ഭരണത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് മോഡിഫൈ ചെയ്യുന്ന കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മോഡിഫൈ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെ ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞ് മാനുഫാക്ചർ വണ്ടീൻ്റെ കാര്യങ്ങൾ പറ്റി പറഞ്ഞ്, മുപ്പര് ഒരു വണ്ടി ഭ്രാന്തനാണ്. മുപ്പര് വീട്ടിലില്ലാത്ത വണ്ടിയില്ല, ഒരുവിധം വണ്ടികളുണ്ട്. മുപ്പര് ടോയ്സ് വരെ ഒരു വണ്ടികൾ വെക്കുന്നതാണ്. പക്ഷേ ഈ മുപ്പര് പോലും അറിയണം ഇന്ത്യയിൽ ഇറക്കുന്ന വണ്ടി എത്ര ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഓരോ കാറ്റഗറി. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ഇഷ്യൂ കാരണത്താലാണ് ഈ വണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന വണ്ടിൻ്റെ ഇഞ്ചിനിൽ വരുന്ന പാർട്സുകൾ, പ്ലഗ് മുതൽ ഹെഡ് മുതൽ ഫിൽറ്റർ മുതൽ ടർബോ മുതൽ ഫാൻ ബെൽറ്റ് മുതൽ റേഡിയേറ്റർ മുതൽ റേഡിയേറ്റർ വാൾവ്, റേഡിയേറ്റർ പമ്പ്, ഫ്യൂൽ പമ്പ്, ഒരുവിധം സൈലൻസറിൻ്റെ ഓരോ ഭാഗങ്ങൾ, ഒരുവിധം ഭാഗങ്ങൾ വണ്ടി മാനുഫാക്ചർ ചെയ്യുന്നത് നോർമലാണ്. നിങ്ങൾ കൊടുക്കുന്ന പൈസക്കുള്ള മുതൽ മാത്രം അവർ തരുള്ളൂ. അത് നിങ്ങൾ മേടിക്കുന്ന ഇന്നോവ ആയാലും ശരി, ഏത് വണ്ടി ആയാലും ശരി, അതിനുള്ള ക്വാളിറ്റി തരുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ വണ്ടീനോട് ഒരു മുഹബത്ത് ഉണ്ടാവും, നിങ്ങളെ വണ്ടീനോട്, അതിനാണ് വണ്ടി ഭ്രാന്തെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ വണ്ടീനോടുള്ളൊരു മുഹബത്ത് കാരണത്താൽ എന്ത് ചെയ്യും, അതിൽ വരുന്ന പാർട്സുകൾ ഇന്ന് ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് TRDൻ്റെത്, ഓരോ റാലി എഡിഷന് റെഡ് ബ്ലൂണ്ട്, അങ്ങനെ ഓരോ റാലി എഡിഷന് അറബിക്, പിന്നെ അത് GCCയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അറബിക്. അങ്ങനെ ഓരോ പാർട്സുകൾ USN സ്പെക്ക് ഉണ്ട്, ഓരോ പാർട്സുകൾ ഡ്രംബോൻ്റെ ബ്രേക്ക് ഉണ്ട്, ഓരോ പാർട്സുകളും ഹൈ ക്വാളിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി കൊടുക്കുന്നതിനെക്കാട്ടും നല്ല മാനുഫാക്ചർ ചെയ്ത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ പുറത്ത് ആഫ്റ്റർ മാർക്കറ്റും കിട്ടാണ്ട് അതാണ് മേടിച്ചിട്ട് വണ്ടിയിൽ വെക്കുന്നത്. അത് മേടിച്ചിട്ട് വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് കൊണ്ടുണ്ട്, ഈ വണ്ടി മാനുഫാക്ചർ ചെയ്ത് ലോക്കൽ സാധനം കൊടുക്കുന്ന നമ്മൾ നല്ല സാധനം മേടിച്ച് വെച്ച് നമ്മളെ സേഫ്റ്റിക്കും നമ്മളെ വണ്ടി ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് പോകണമെങ്കിൽ കറക്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റും. പാതിയിൽ റോട്ടിൽ നിൽക്കില്ല, ഒരു ബ്രേക്ക് ഡൗൺ ആവില്ല. ഈ സാധാരണ വണ്ടിയിലുള്ള പാർട്സ് വെച്ചിട്ട് ഇപ്പോൾ ടൊയോട്ടോ വണ്ടിയല്ലാതെ ഇപ്പം എൻ്റെ അറിവിൽ വേറെ ഏത് വണ്ടിയും അത്ര നല്ല പെർഫോമൻസ് എടുക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഇല്ലെങ്കിലും കറക്റ്റ് അത്യാവശ്യം അതിജീവിച്ച് പോകാൻ പറ്റുന്ന ടൊയോട്ടോ വണ്ടികൾക്കും പഴയ വണ്ടികൾക്കുമാണ്. അതല്ലാതെ വണ്ടികൾക്ക് പറ്റില്ല, ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്കൊന്നും ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഈ ഫ്യൂൽ പമ്പ് നല്ല പെർഫോമൻസ് എടുക്കാനും ഫ്യൂൽ ഹീറ്റ് ആവാതിരിക്കാനും അതിൽ പമ്പ് മാറ്റലുണ്ട്. അത് കൂടുതലും ഞാൻ ചെയ്തിരുന്ന ലക്ഷറി വണ്ടികളിലാണ്, ലാൻഡ് ക്രൂസർ കാര്യങ്ങൾ ഇങ്ങനത്തെ വണ്ടിയെല്ലാം മാറ്റിയിരുന്നത്. അതുപോലെ ചെയ്യുന്നവരുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ സേഫ്റ്റി നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ടാങ്കിൽ എപ്പോഴും എണ്ണയെ മിനിമം ഹാഫെങ്കിലും വെക്കണം. പമ്പ് ഹീറ്റാവുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങൾ വണ്ടി, ഏത് വണ്ടിയും ബൈക്കായാലും കാറായാലും കൊണ്ടെടുക്കരുത്. നിങ്ങൾ ഫ്യൂൽ പമ്പ് ഹീറ്റാവാൻ സമ്മതിക്കരുത്. അപ്പോഴാണ് ഈ അപകടം വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കഴിച്ചിടാൻ പറ്റും. ടയറിൻ്റെ കാര്യം ഇതിന് മുമ്പ് പറഞ്ഞ്, സ്റ്റിക്കറിൻ്റെ കാര്യം പറഞ്ഞ്, അമിതമായിട്ട് കട്ടിയുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എത്ര വലിയ ആമർ കൊണ്ട് അടിച്ചാലും ഗ്ലാസ് പൊട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്നവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റില്ല. പിന്നെ ഫയർ സർവീസ് അവർ വന്നിട്ട് വെട്ടി പൊളിച്ചിട്ട് വേണം എടുക്കണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഏത് വണ്ടിയിലും ഫിലിം ഒട്ടിക്കുന്ന ടൈമിൽ നിങ്ങളെ സേഫ്റ്റിയും കൂടി നിങ്ങൾ മാനിച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ. എൻ്റെ വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ട്, പക്ഷെ എന്നാലും കേൾക്കേണ്ടവർ കേൾക്കുന്ന എനിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും ഒരുപാട് ആൾക്കാർ പല വീഡിയോസും സ്കോർ ചെയ്തിട്ടും വീഡിയോ ചെയ്തുകൊണ്ട് ഇത് നല്ലതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വണ്ടിഭ്രാന്തന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നാടിനും നാട്ടുകാർക്കും പബ്ലിക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ആൾട്രേഷനും കാര്യങ്ങളും ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കൂടി. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടിക്ക് വേണ്ട നല്ല ക്വാളിറ്റിയുള്ള ഫ്ലഗ്, സാധാരണ വണ്ടി കമ്പനിയിൽ നിന്ന്, ടൊയോട്ടോ കമ്പനിയിൽ നിന്നായാലും ശരി, അതിനെക്കാട്ടി ക്വാളിറ്റിയുള്ള ഫ്ലഗ് പുറത്തുനിന്ന് കിട്ടും. നിങ്ങളെ ഫ്ലഗ് ഫിൽറ്റർ കിട്ടും പുറത്തുനിന്ന് വണ്ടിക്കുള്ള. അതേമാതിരി ഫ്യൂൽ പമ്പ്, ടർബോ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും. പിന്നെ അതേമാതിരി ബാറ്ററി, കമ്പനി ബാറ്ററിനെക്കാട്ടി നല്ല ബാറ്ററി പുറത്തുനിന്ന് കിട്ടും. അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റിന് മേടിക്കാൻ പറ്റും. അതെല്ലാം നിങ്ങൾ ചെയ്യാം.
അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് നിങ്ങളെ വണ്ടിക്ക് സേഫ്റ്റിയും നിങ്ങളെ വണ്ടീൻ്റെ ക്വാളിറ്റിയും മെച്യൂരിറ്റിയും ഉണ്ടാവും. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടിയായി മാറും. നിങ്ങൾ എത്ര ദൂരെ സഞ്ചരിക്കാൻ പറ്റും, മനസ്സിലായോ? യാതൊരു കുഴപ്പമുണ്ടാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി പാതിന്ന് പണി മുടക്കും കാര്യമില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെയിൻ്റനൻസും കൂടി വേണം, മനസ്സിലായോ? ഓരോ എന്താ പറയുക, ഒരു മാസത്തിലെങ്കിലും ഒരു അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് ഏതെങ്കിലും കുണ്ടിൽ വണ്ടി കൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അത് ചെയ്യണം. ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ എമർജൻസി ബ്രേക്കിംഗ് എല്ലാം വരുന്ന ടൈമിൽ വണ്ടി പാളലും വണ്ടി സ്റ്റേബിൾ അല്ലാതെ പോയിട്ട് ആക്സിഡൻ്റ് ആവുന്നതും, നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഹെയർ ടെമ്പറേച്ചർ വെക്കാത്തതുകൊണ്ട് വണ്ടി നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ വണ്ടി പാളുന്നതും ഒക്കെ സംഭവിക്കുന്ന. വണ്ടിയിൽ സീറ്റിലോട് കറക്റ്റ് അമിതമായിട്ടുള്ള ആളുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നിടത്ത് വണ്ടി ഒരിക്കലും കിട്ടില്ല, മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെള്ളത്തിൻ്റെ വണ്ടിയോ അല്ല ഫ്യൂൽ വണ്ടിയോ കൊണ്ടുപോകുന്ന മാതിരിയായിരിക്കും അമിതമായിട്ടുള്ള ആൾക്കാരായിട്ട് ബസ്സെല്ലാം പോയിട്ട് ഒരു എമർജൻസി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കയ്യിൽ നിന്ന് പോകും. അത് എത്ര വലിയ ഡ്രൈവറായാലും ശരി, വണ്ടി കയ്യിൽ നിൽക്കില്ല. നിങ്ങൾ ചെയ്യുന്ന പെഡലിലും നിങ്ങൾ ചെയ്യുന്ന ലിക്വിഡിലാണ് വണ്ടി കിടക്കുന്നത്, ഡ്രമ്മിലാണ് കിടക്കുന്നത്. അല്ല നിങ്ങളെ മനധൈര്യത്തിൽ അവിടെ കിടക്കുന്നില്ല. അത്രയും ഡിസ്റ്റൻസും കാര്യങ്ങളും ഇട്ടിട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ബ്രേക്കിനും കൂടി വേണം ശക്തി. ആ ടയറിനും കപ്പാസിറ്റി, അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ ആ വണ്ടി സ്റ്റേബിൾ ആവുള്ളൂ. ആ വണ്ടി സ്റ്റേബിൾ ആവണമെങ്കിൽ തന്നെ ആ വണ്ടിയിലെ ലോഡ് ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ 50 ആൾ സീറ്റ് ലോഡ് ആക്കുന്ന ആൾക്കാരെ മൊത്തം കുത്തി നിറച്ചിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ വണ്ടി ഒരിക്കലും സ്റ്റേബിൾ ആവില്ല. എന്നിട്ട് ആ വണ്ടി വെച്ചിട്ടാണ് നിങ്ങൾ റോട്ടിൽ റേസിങ് നടത്തുന്നത്, ബസ് തമ്മിൽ റേസിങ് നടത്തുന്നത്, എല്ലാവരും ജീവനും പുല്ല് വില കൽപ്പിച്ചിട്ട്. അപ്പം ദയവ് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് ഒഴിവാക്കുക. നിങ്ങളെപ്പോലെ വലിയ വണ്ടി പ്രാന്തം, ഞാൻ ബസ് മേഖലയ്ക്ക് ഇറങ്ങാത്തത് എന്താണെന്ന് വെച്ചാൽ അത്രയും ജനങ്ങളുടെ അടുത്തുനിന്നും എല്ലാവരുടെ അടുത്തുനിന്നും പറയിപ്പിക്കുന്ന ഒരു മേഖലയായി മാറിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും വലിയ സോഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ബസ്. പക്ഷേ അത് റോട്ടിൽ ആളെ കൊല്ലുന്ന ഒരു മേഖലയായി മാറി. എന്തുകൊണ്ട്? ടൈമിങ്, മെയിൻ ടൈമിങ്. എന്നിട്ട് സ്വന്തം സ്നേഹിതന്മാരായിരിക്കും മറ്റുള്ള ബസ് വരിക, അവർ വലിയ ശത്രുക്കളായി മാറുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം എടുത്ത് മാറ്റണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ബസ്സുകൾ കുറയ്ക്കുക. ഇപ്പോൾ ഏകദേശം ബസ്സിൻ്റെ പരിപാടിയൊക്കെ തീർന്നു. ബസ്സുകൾ കുറയ്ക്കുക, നല്ല ക്വാളിറ്റിയുള്ള ബസ്സുകൾ, ടൈമിങ് ക്ലിയർ ആക്കി കൊടുക്കുക. അവർക്ക് വേണ്ട ടൈമുകൾ ഈ പിന്നെ കേൾക്കുന്ന MVDകൾ ഭരിക്കുന്നവർ, പ്രത്യേകിച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കുന്നവർ, ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ഇത് നിയന്ത്രിക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇതിനെപ്പറ്റി ഒരുപാട് ഫിലിമുകളും ഒരുപാട് അവയർനെസ്സും കാര്യങ്ങളൊക്കെ വന്ന് ഇതിന് ഒരു കാര്യമില്ല. എന്നിട്ടും ഓരോ ജീവനും ഓരോ പ്രശ്നങ്ങളും ബസ് ആക്സിഡൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ് ഓടിക്കുന്നവരും ബസ്സിൽ ജോലി ചെയ്യുന്നവരും കുറ്റം പറയുന്നല്ല, അവർക്കും കൂടി അതിനുള്ള സാവകാശം അവരും ജീവിക്കേണ്ടതാണ്. അവരെ ഉപജീവിതമാണ്, അവരെ തൊഴിലാണത്. അവരെ ഒരാളെ കൊല്ലണമെന്ന് വെച്ചിട്ട് പോകുന്നല്ല, അവരെ സിറ്റുവേഷൻ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ അത് വരാതിരിക്കാനുള്ള അവർക്ക് കറക്റ്റായിട്ടുള്ള സമയം നിശ്ചയിച്ച് കൊടുക്കണം. ബസ്സുകൾ ക്വാളിറ്റി ഇല്ലാത്ത ബസ്സുകൾ ഒഴിവാക്കണം. ഈ ഒരു 10 ബസ്സുള്ള ആളാണെങ്കിൽ അത് നല്ല ബസ്സുകളാക്കി മാറ്റിയിട്ട് അത് 5-6 ബസ്സിലേക്ക് ചുരുക്കിയിട്ട് അത് നല്ല ബസ്സുകൾ, ക്വാളിറ്റിയുള്ള ബസ്സുകളായിരിക്കണം. CC ക്യാമറ വേണം, നല്ല ടയറുകളും, നല്ല ബസ്സുകൾ ക്വാളിറ്റി ഉള്ളതാക്കണം. ഇനി കേരളത്തിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആവുമെന്നാണ് എൻ്റെ എല്ലാം ചിന്താഗതി, എന്നെ പോലെ വണ്ടിപ്രാന്തന്മാരെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് ബസ്സുകളെ യാത്ര ഇനി സുരക്ഷത കൂട്ടണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ബസ്സിൽ ഇതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളെല്ലാം നടന്നതാണ്. അപ്പോൾ അതങ്ങനെ ഒന്നും വരാതിരിക്കാൻ CC ക്യാമറ പെർഫെക്റ്റ് ആക്കണം എല്ലാ വണ്ടിയിലും. പിന്നെ സ്പീഡ് അത് ക്ലിയർ ചെയ്യണം. ഇതേമാതിരി ഓവർ ട്രക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന, മൊത്തത്തിൽ ലൈഫിലെ ലൈസൻസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ചെയ്തു പോകണം. അങ്ങനത്തെ നിയമം കർശനമായിട്ട് കൊണ്ടുവരണം. റൂൾസ് സ്ട്രോങ് ഉണ്ടെങ്കിൽ ഡ്രൈവർമാർ സ്റ്റഡി ആവുള്ളൂ. അതേ ഡ്രൈവർ GCCയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ കാലും കൈയും പൂട്ടിയിട്ട് മുണ്ടാതെ നല്ല സ്റ്റഡി ആയിട്ട് ഡ്രൈവ് ചെയ്യും. അവന് ഒരു കുരുത്തക്കേടും ചെയ്യില്ല, മനസ്സിലായോ? ഇപ്പം ഞാനെല്ലാം ഏറ്റവും വലിയ വണ്ടി പ്രാന്തനായിട്ട് ഞാൻ ചെയ്യില്ലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കെല്ലാം വണ്ടിയിട്ട് പ്രാന്ത് മാറ്റണമെങ്കിൽ ഞാൻ ഓഫ് റോഡ് പോകും, മണലിൽ ഡ്രൈവ് ചെയ്യാൻ പോകും. അങ്ങനെയൊക്കെ പോയിട്ടാണ് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യൽ. പ്രാന്ത് മണലിലൊക്കെ വണ്ടി ഓടിച്ചിട്ട് വരില്ല. അല്ലാതെ റോട്ടിലല്ല ചെയ്യൽ, പബ്ലിക് ഏരിയയിലല്ല ചെയ്യൽ. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മളെ വണ്ടി പ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം എൻ്റെ എല്ലാം പഴയ കാലത്തൊന്നും ഇത്ര വലിയ ക്ലബ്ബൊന്നും ഉണ്ടായിട്ടില്ല. ഓഫ് റോഡ് ക്ലബ്ബ് മലപ്പുറത്ത് ഇപ്പം ഏറ്റവും വലിയ ക്ലബ്ബുകളുണ്ട്, എന്താ പറയുക, ഒരുപാട് മേഖലയിലുണ്ട്. ഇപ്പം അതിലും വലിയൊരു എന്താ പറയുക റേസിംഗ് ചാമ്പ്യൻ മേഖലയിലേക്ക് എനിക്ക് ആവണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ള ഒരു ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് അതിനുള്ള സമയമൊന്നും കാര്യം കിട്ടിയില്ല. പക്ഷെ അത് നമ്മളെ ഗവൺമെൻറ് ഇങ്ങനെ വണ്ടിപ്രാന്തന്മാർക്ക് അതിൻ്റേതായിട്ടുള്ള
ഇവൻറ്റും കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക പ്രോത്സാഹനം, ഒരു സ്പോർട്സ് സ്പിരിറ്റിൽ ആ ഒരു വണ്ടി പ്രാന്തന്മാർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മെച്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ പ്രാന്തന്മാർ അതിൻ്റേതായിട്ടൊരു മേഖലയിൽ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് പോയിക്കോളും. ഞങ്ങൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല, പബ്ലിക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതേമാതിരി ഓഫ് റോഡ് ട്രാക്ക് കാര്യങ്ങൾ അതിൻ്റെ സാഹചര്യം അങ്ങനെ അപ്പോൾ പറയും അവിടെയും ഇവിടെയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അല്ല, സർക്കാർ ഒരു ഗവൺമെൻറ് ഒരു കാര്യം അവരെ അണ്ടറിൽ കൊണ്ടുവരുമ്പോൾ അതിനൊരു എന്താ പറയുക ഒരു പെർഫെക്ഷൻ വേറെ തന്നെയാണ്, മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. വീഡിയോ 1.5 മണിക്കൂർ അയക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മളെ സർക്കാരോടും നമ്മളെ പഞ്ചായത്ത് ഭരിക്കുന്നവരോടും നമ്മൾ ജനങ്ങളോട് കൂടിയിട്ട് അതിനാണ് ഇത്രയും വലിയ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇന്നത്തെ കാര്യങ്ങൾ പറയണം. എൻ്റെ നാട്ടിൽ വരേണ്ട ഡെവലപ്മെൻറ്റ് അതിനെപ്പറ്റി പറയണം. ഈ വണ്ടി പ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് കുറച്ച് സംസാരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വണ്ടിയിൽ ആൾട്രേഷൻ ചെയ്യുന്ന സ്നോർക്ക് കാര്യങ്ങൾ വെക്കുന്നതിൽ യാതൊരു MVD പോലീസ് കാര്യങ്ങളൊന്നും ഫൈൻ അടിക്കാനേ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വണ്ടി മാനുഫാക്ചർ ചെയ്യുന്നതിൽ ആംബുലൻസ് മുതൽ GCCയിൽ യൂറോപ്പിലെല്ലാം ആംബുലൻസ് മുതൽ ഫയർ സർവീസ്, ഫയർ വണ്ടിക്ക് വരെ എല്ലാ വണ്ടിക്കും സ്നോർക്കർ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ വണ്ടികൾ ക്രോസ് ചെയ്ത് പോകാനും വെള്ളത്തിൽ അതിജീവിച്ച് പോകാനും രക്ഷാപ്രവർത്തനം നടത്താനൊക്കെ ആംബുലൻസിൽ, ഫയർ സർവീസ് വണ്ടിയിൽ, പബ്ലിക് വണ്ടിയിലൊക്കെ ഇത് വെക്കുന്നുണ്ട്. എന്തുകൊണ്ട് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സിറ്റുവേഷൻ വരുമ്പോൾ അതിജീവിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന ടൈമിൽ പറയുന്നത് നമ്മൾ ഈ വണ്ടി ഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് വണ്ടി ആൾട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങളോട് ഞാൻ വീണ്ടും പറയാണ്, സൈലൻസർ ഓണ്, ടയർ അമിതമായിട്ടുള്ള കാര്യങ്ങൾ, സേഫ്റ്റി ഹബ്ബ്, പിന്നെ ലൈറ്റ് കറക്റ്റ് മറ്റുള്ളവൻ്റെ കണ്ണിലേക്ക് പ്രശ്നം വരുന്ന രീതിയിൽ അമിതമായിട്ട് ലൈറ്റ് ഒരിക്കലും വെക്കരുത്. അത് ഓരോരുത്തരെ ജീവനെടുക്കും, നിങ്ങളെ ജീവൻ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. എതിർദിശയിൽ വരുന്ന വണ്ടിയിലേക്ക് ആ ലൈറ്റ് അടിക്കുമ്പോൾ നിങ്ങൾ ഡിമ്മിൽ പോവാതെ ബ്രൈറ്റിലടിച്ചപ്പോൾ അവനക്കൊന്നും കാണില്ല, ഓനിക്ക് അപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുന്നത് പോലും അറിയില്ല. അങ്ങനെയാണ് ഏറ്റവും വലിയ ആക്സിഡൻറ്റ് നടക്കുന്നത്. എന്നുവെച്ചാൽ വരുന്നവൻ ചിലപ്പോൾ 100 സ്പീഡാകും, 110 സ്പീഡാകും, ചിലപ്പോൾ 140 ആയിരിക്കും. ഓരോ വണ്ടിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് സ്പീഡ് വരുന്നത്. അപ്പോൾ ഈ ലൈറ്റ് അടിക്കുമ്പോൾ അവനക്കൊന്നും കാണില്ല. അവിടെ നടക്കുന്ന ഏറ്റവും വലിയൊരു ആക്സിഡൻ്റാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അമിതമായിട്ടുള്ള ലൈറ്റ് വെക്കരുതെന്ന് പറയുന്നത്. നിങ്ങൾ ലൈറ്റ് വെച്ചോളി, എവിടെ വരെ വേണ്ടത്. നിങ്ങൾ വണ്ടിയിൽ ഓഫ് റോഡ് വണ്ടിയിൽ ലൈറ്റ് വെക്കാം, 4x4 വണ്ടിയിൽ ലൈറ്റ് വെക്കാം. നല്ല ഹൈ റേഞ്ച് കാര്യങ്ങൾ പോകുന്ന വണ്ടിയിലേക്ക്, ഓഫ് റോഡ് സ്കില്ലിന് പോകുന്ന വണ്ടിയിൽ ലൈറ്റ് വെക്കാം. ഇല്ലെങ്കിൽ എന്താ പറയുക, ലൈറ്റ് ഇല്ലാത്ത മേഖലയിൽ, ഡേഞ്ചർ ഉള്ള മേഖലയിൽ പോകുമ്പോൾ ലൈറ്റ് വെക്കാം. പക്ഷേ അത് ലൈറ്റ് ഉണ്ടാവണം വണ്ടിയിൽ. പക്ഷേ അത് കവറിട്ടിരിക്കണം. കവറെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവർ, ലൈറ്റിന് കവറിട്ടിരിക്കണം. ഒരിക്കലും റോട്ടിൽ, ഹൈവേയിലും റോട്ടിൽ യൂസ് ചെയ്യാനേ പാടില്ല. ആ റോട്ടിൽ യൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായും ഫൈന് നിങ്ങൾ മേടിച്ചിരിക്കും. ആ ലൈറ്റ് ചിലപ്പോൾ കഴിച്ചു വെക്കാനും നമ്മളെ പോലീസ് സാർമാർ ചെയ്തിരിക്കും. എന്നുവെച്ചാൽ ആ ലൈറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റും വരുന്നില്ല, നിങ്ങളെ ജീവനും പോവും, എതിര് വരുന്നവൻ്റെ ജീവനും പോവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുഴി കൊണ്ട് കാണണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് വണ്ടിയിൽ കൊടുക്കുന്ന ലൈറ്റ് യൂസ് ചെയ്യും. മഴയത്താണെങ്കിൽ നിങ്ങൾ വാം ലൈറ്റ് തന്നെ യൂസ് ചെയ്യണം. നിങ്ങൾ LED ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ റോട്ടിലെ കുഴിയും കൊണ്ട് ഒരിക്കലും കാണില്ല. അത് നിങ്ങൾ ചിന്തിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ LED ലൈറ്റ് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. 100% ശരിക്ക് ആദ്യത്തെ കാലം വരുന്ന വണ്ടീൻ്റെ ശരിക്ക് ഹലോജൻ ബൾബില്ലേ, ആ ഒരു വെട്ടത്തിലെ കുഴിയും കൊണ്ടും കാണുള്ളൂ. ഇത് വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം, അല്ല ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ചെക്കന്മാർക്ക് അറിയില്ല. ചെക്കന്മാർക്ക് ഇങ്ങനെ ഫ്ലാഷ് അടിച്ച് കളിക്കാനേ അറിയുള്ളൂ. എന്താണ് വേണ്ടത് റോട്ടിൽ, അതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ എന്താ പറയുക LED ലൈറ്റ് വെക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കമ്പനി, എല്ലാ സ്പോർട്സ് വണ്ടികളും ഫെറാറി മുതൽ ലംബോർഗിനി എല്ലാ സ്പോർട്സ് വണ്ടി, റോൾസ് റോയ്സ്, SLR, മെഴ്സൻസ് എല്ലാ വണ്ടിയിലും LED ലൈറ്റാണ് വരുന്നത്. പക്ഷേ അത് കുറച്ചൊരു പവർ കുറച്ചിട്ടാണ് വരുന്നത്. LED ലൈറ്റാണ് വരുന്നത്. അല്ല ആഫ്റ്റർ മാർക്കറ്റിൽ കിട്ടുന്ന ലോക്കൽ ലൈറ്റ് പോലത്തെ പവറല്ല. കമ്പനിയിൽ വരുന്ന ലൈറ്റ് കുറച്ച് വ്യത്യസ്തമുണ്ട്. അത് റോഡിലേക്ക് കുറച്ചൊരു അനുയോജ്യമായിട്ടുള്ള ലൈറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വണ്ടീൻ്റെ എല്ലാ മേഖല അറിയുന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന ലോക്കൽ ലൈറ്റും കമ്പനിയിൽ നിന്ന് വണ്ടി കൊടുക്കുന്ന ലൈറ്റും രണ്ട് വ്യത്യാസമുണ്ട് അതിൻ്റെ പവർ. അപ്പോൾ നിങ്ങൾ സാധാരണ ലൈറ്റില്ലേ, വാം ലൈറ്റ്, അത് വണ്ടിയിലുണ്ടെങ്കിൽ മാത്രമേ, അതും അല്ലെങ്കിൽ യെല്ലോ ലൈറ്റ്, ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് കുഴി മഞ്ഞുള്ള ടൈമിലും മഴയുള്ള ടൈമിലും കണ്ണ് കാണുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ LED പോലത്തെ ലൈറ്റ് അടിച്ചിട്ട് ഒരിക്കലും റോഡ് കാണില്ല. അതിൽ
അപകടം ഉണ്ടാവുള്ളൂ, ഡേഞ്ചർ സിറ്റുവേഷനെ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളും വണ്ടിപ്രാന്തന്മാരും ചിന്തിക്കേണ്ടത് ഒരു പ്രാന്തിന് വേണ്ടിയിട്ടൊന്നും ലൈറ്റ് വെച്ചിട്ട് വെക്കരുത്. അതിന് ഓഫ് റോഡ് മേഖല, ഇതേമാതിരി ഈ കാടുകളിൽ മല കയറുന്ന ടൈം, ഇങ്ങനത്തെ മേഖലയിലേക്കൊക്കെ ആ ലൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് അവിടെ യൂസ് ചെയ്യാം. എന്താ വെച്ച് കഴിഞ്ഞാൽ അന്യമൃഗങ്ങൾ നിങ്ങൾക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വണ്ടിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും മനസ്സിലാവാൻ, സേഫ്റ്റി ആയിട്ട് പോകാൻ വേണ്ടി നല്ല പ്രകാശമുള്ള ലൈറ്റുകൾ ഫ്രണ്ടിൽ വെക്കാൻ പറ്റും. ഇപ്പം ഞങ്ങളിവിടെ GCCയിലായാലും ശരി, ലാൻഡ് ക്രൂസറിനായാലും GMC എത്ര വലിയ വണ്ടിക്കായാലും ഞങ്ങൾ ലൈറ്റ് യൂസ് ചെയ്യലുണ്ട്. അത് എവിടെയാണ്? മണലിൽ പോകുമ്പോൾ, ഓഫ് റോഡ് പോകുമ്പോൾ മാത്രം. എന്തിന്? ദൂരെ നമ്മളെ വണ്ടി വരുന്നുണ്ട് എന്ന് മറ്റേ വണ്ടിക്ക് ഒരു ഇൻഫർമേഷൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ വണ്ടി ഉള്ളത് മറ്റേ വണ്ടിക്ക് അറിയില്ല. അവിടെ ഓൺ അടിച്ചിട്ടൊന്നല്ല അറിയില്ല, ലൈറ്റിലൂടെയാണ് അറിയില്ല. അവിടെ നമ്മളിങ്ങനെ ജമ്പ് ചെയ്തിട്ട് ഇങ്ങനെ പൊന്തുന്ന ടൈമിൽ നമ്മളെ ഈ പ്രകാശമാണ് മറ്റേ വണ്ടിക്ക് അറിയില്ല അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ടെന്നില്ല. പിന്നെ കൂടുതലും അങ്ങനത്തെ ഒറ്റപ്പെട്ട മേഖലയിൽ പോലെ വയർലെസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ മേഖലയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ടെലിഫോണൊന്നും റേഞ്ചും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ മേഖലയിലേക്ക് വണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വയർലെസ് സ്നേഹിതന്മാരെ കൊണ്ട് വയർലെസ് യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ലൈറ്റുകൾ വെക്കുന്നുണ്ടെങ്കിലും അമിതമായിട്ട് ടയർ എല്ലാ കാര്യത്തിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ നല്ലതായ കൂട്ടുകാരന്മാരോടും നാട്ടുകാരോടും പറയാനുള്ളത്, നമ്മളെ നാട് നമ്മൾ നന്നാക്കിയാലേ ശരിയാവുള്ളൂ. നമ്മളെ നാട്ടിലെ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ ആര് ഭരിച്ചാലും നമ്മൾ ജോലി ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ നമ്മളെ വീട്ടിൽ അന്നം കിട്ടുള്ളൂ. പിന്നെ സർക്കാർ വരുമ്പോൾ നമുക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, നമുക്ക് വേണ്ട ഹെൽത്ത്, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാത്തത് അവരെ നമ്മൾ സമീപിക്കുക. അതിനാണ് നമ്മൾ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അവരെ സമീപിച്ചിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന നികുതി കൊണ്ടാണ് എല്ലാ കാര്യം പോകുന്നത്, അവരെ കാര്യം എല്ലാ കാര്യവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്, ഞാനൊരു ഒരു വൈറലാവാനോ അല്ലെങ്കിൽ സോഷ്യൽ ഒരു ശ്രദ്ധ കിട്ടാൻ ഇതിന് വേണ്ടിയിട്ടല്ല. എനിക്ക് ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളാണ്. എൻ്റെ നാട്ടിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചതാണ്. അത് എനിക്കൊരു സമ്പത്തില്ലാത്തതുകൊണ്ടും എനിക്കൊരു നല്ലൊരു പൊസിഷൻ അതിനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാര്യങ്ങൾ പറയുന്നത്. കഴിവുള്ളവർ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരട്ടെ, സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. ഇതിൽ എൻ്റെ അടുത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. എനിക്ക് എൻ്റെ അടുത്ത് നിന്ന് സംസാരങ്ങളൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് വരുന്നുണ്ട്. ചില വാക്കുകളൊക്കെ എൻ്റെ അടുത്ത് നിന്ന് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ 2 മണിക്കൂറിൻ്റെ അടുത്ത് ഈ വീഡിയോ ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ആർക്കും ടൈമില്ല. പക്ഷേ സമയമുള്ളൊരു വീഡിയോ കാണുക, ഇതിന് വിലയിരുത്തുക. നാട്ടിലിങ്ങനെ സൗകര്യങ്ങൾ വേണം, അടിസ്ഥാനങ്ങൾ വേണം എന്നുള്ളത് നിങ്ങൾ സൗകര്യം നിങ്ങളെ പഞ്ചായത്തിൽ നിങ്ങൾ നോക്കുക. വേസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളും നിങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുക. നിങ്ങളെ പഞ്ചായത്ത് ഏരിയയിൽ എന്തെങ്കിലും മാലിന്യം കാര്യങ്ങളും കാണുന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്തിൽ അറിയിക്കുക. അതിൽ ആ മേഖലയിൽ ആരാണ് അതിന് ഉത്തരവാദിത്തമുള്ളവർ അവരെ അറിയിച്ചിട്ട് അവിടെ നീറ്റും ക്ലീൻ ആക്കിയിട്ട് വെക്കുക. അതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ പറഞ്ഞാലേ കൊണ്ടുവരുള്ളൂ, ഇല്ലാതൊന്നും കൊണ്ടുവരില്ല. ആരും സ്വയം അറിഞ്ഞിട്ട് ആരും കൊടുത്തിട്ടില്ല എവിടെയും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അത് നമ്മൾ GCC കൺട്രിയോ അല്ല രാജഭരണമൊന്നുമല്ലല്ലോ നമ്മുടെ നാട്ടിൽ. നമ്മളെ നാട് നമ്മൾ ഇന്ത്യയല്ലേ. ഇന്ത്യയിൽ ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മാറ്റാതെ ഇന്ത്യ മറ്റുള്ള കൺട്രിയുമായി എന്തുകൂടാ ആയിക്കൂടാ എന്ന് ചിന്തിച്ചൂടെ? നമുക്കെന്താ മാറിക്കൂടാ? ഈ ഇന്ത്യയിലുള്ള നമ്മളല്ലേ മറ്റുള്ള രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നത്. അവിടെ നിങ്ങൾ കയ്യും കാലും കെട്ടിയിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്ത് വരുന്നുണ്ടല്ലോ. ഒരു ഫൈനും കാര്യങ്ങളും മേടിക്കാതെ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത ഫൈന് വരാതിരിക്കാൻ എല്ലാ കാര്യവും ചെയ്തിട്ട് നിങ്ങൾ നല്ല കുട്ടിയായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, നല്ല കുട്ടിയായിട്ട് നീതി പുലർത്തുന്നുണ്ട്. ഒരു പബ്ലിക്കും പോലും നിങ്ങൾ തുപ്പുന്നില്ലല്ലോ. ഒരു തുപ്പാന് പോലും പുറത്ത് തുപ്പിയിട്ടുണ്ടെങ്കിൽ 500 രൂപ ഫൈന് കിട്ടും. പബ്ലിക് എന്താക്കിയാൽ 500 രൂപ ഫൈന് കിട്ടുമെന്ന് പേടിച്ചിട്ട് ഒരു വണ്ടി നോ പാർക്കിങ്ങിലിട്ടാൽ ഫൈൻ കിട്ടും, ഓവർ സ്പീഡ് പോയിട്ട് ഫൈൻ കിട്ടും, അല്ലെങ്കിൽ പാർക്കിൽ ഫൈന് കെട്ടിയിട്ടില്ലെങ്കിൽ അത് ഫൈൻ കിട്ടും. എല്ലാതും നിങ്ങൾ പേടിച്ചിട്ട് ചെയ്യുന്നുണ്ടല്ലോ. സ്വന്തം നാട്ടിലെന്താ നിങ്ങൾ ആ നീതി പുലർത്തിക്കൂടെ? അപ്പോൾ അതിന് നമ്മളെ നാട്ടിലും ഫൈനും കാര്യങ്ങളും വരണം, നമ്മളെ നാട്ടിലും നീതി പുലർത്തണം. അപ്പം അതിനനുസരിച്ച് റൂൾസും കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കും. അല്ല നമ്മളെ നാട്ടിൽ ഭരിക്കുന്നവരെ കുറ്റം പറയുക, അല്ല നാട്ടിലുള്ള പഞ്ചായത്ത് മെമ്പറെ കുറ്റം പറയുക കാര്യമില്ല. നമ്മളാദ്യം ശരിയാവണം, നമ്മളാദ്യം റെഡി ആയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്.
അപ്പം എൻ്റെ വീഡിയോൻ്റെ താഴത്ത് പല കമൻറ്റുകളും വന്നിട്ടിട്ട് കാര്യമില്ല. അവരെ കമൻറ്റുകൾ ഞാൻ നോക്കാനും നിൽക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യലല്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റും, നിങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ വല്ല എന്താ പറയുക ജോലിയും കൂലിയില്ലാതെ താഴത്ത് വന്ന് കമൻറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് ഇത് നിങ്ങളെ നല്ലതിനും കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തതെന്നുള്ളത് കൂടി നിങ്ങൾ വിലയിരുത്തിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മനെ തല്ലിയാലും നല്ലത് പറയുന്ന കാലമാണ്. നല്ലത് പറയുന്നവനുണ്ട്, വെടുക്ക് പറയുന്നു, എന്താ പറയുക അത് തല്ലിയത് ശരിയില്ല എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനത്തെ കാലമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇതെല്ലാവർക്കും ബാധ്യസ്ഥമാണ്. ഭരിക്കുന്ന ആരായാലും ശരി, അവർ നല്ലത് ചെയ്താലും കുറ്റം പറയുന്നവരുണ്ട്, പൊങ്ങച്ചം പറയുന്നവരുണ്ട്, അവരെ ചവിട്ടി തേക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ആദ്യം നിങ്ങൾ നന്നാവും, പബ്ലിക് നന്നാവും. നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ അതെല്ലാ കാര്യവും ഓക്കെ ആയിരിക്കും. അപ്പോൾ ഭരിക്കുന്നവർക്കും നിങ്ങളെ മേലെ ഒരു ഗർവുണ്ടാവും, നിങ്ങളെ മേലെ റെസ്പെക്റ്റ് ഉണ്ടാവും. അതുപോലെ റെസ്പെക്റ്റ് നിങ്ങളും കൊടുക്കുക. ആരാണ് രാജ്യം ഭരിക്കുന്നത്, ആരാണ് നമ്മളും ഓരോ പഞ്ചായത്തും ഭരിക്കുന്നത്, അവരെ മേലെ നിങ്ങൾ ബഹുമാനം കാര്യങ്ങളും കൊടുത്തിട്ട് അവരോട് പറയും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ വരണം, പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് എഴുതി കൊടുക്കേണ്ടടുത്ത് എഴുതി കൊടുക്കുക, പറയേണ്ടടുത്ത് പറയുക, കംപ്ലയിൻറ്റ് ചെയ്യേണ്ടടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളെ നാട്ടിലെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി നോക്കുക. ഇത് ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് താന്നൂർ ഹോസ്പിറ്റൽ, താന്നൂർ പോലീസ് സ്റ്റേഷനിൽ വരുത്തേണ്ട സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഫയർ സ്റ്റേഷൻ വരണം താന്നൂർ പോലീസ് സ്റ്റേഷനിൽ. താന്നൂർ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഫയറോ കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് വണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ വേണം. ആംബുലൻസിന് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. താന്നൂർ ഹോസ്പിറ്റലിന് എല്ലാ സൗകര്യങ്ങളും, മെഡിക്കൽ കോളേജിലേക്ക് വണ്ടി 45 കിലോമീറ്റർ പോവാതെ താന്നൂർ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നടത്താനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും വരുത്തണമെന്ന് ഭരിക്കുന്നവരോട് താഴ്മയോട് അപേക്ഷിക്കണം കേട്ടോ. അങ്ങനെയാണ്. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. എന്തെങ്കിലും തെറ്റുകളുണ്ടാവും, അത് ക്ഷമിക്കുക എല്ലാവരും. എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും എല്ലാവരോടും കൂടി ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യുക, ബാക്കി പബ്ലിക്കും ചെയ്തോളൂ.